ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും സ്കോർ റെയിൽവേ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മക്കളെ, എല്ലാവരും RRB ജെയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ടാകുന്ന അവസരത്തിൽ കൊച്ചു കൊച്ചു ആശയക്കുഴപ്പങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലായിട്ട് ഉണ്ടായേക്കാം. ഈ പറയുന്ന ആശയക്കുഴപ്പങ്ങളെ തുടക്കത്തിലേ പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോയാൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ സിലബസ് കവർ ചെയ്ത് ഏറ്റവും നല്ലതായ ഒരു സ്കോർ നമുക്ക് എക്സാമിന് നേടിയെടുക്കാനും പറ്റും. ശരിയല്ലേ? ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ എന്താണ് ഉണ്ടായേക്കാവുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ കുറച്ച് വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് ഇതിഹാസ മാഷും ആസിഫ് മാഷും ചേർന്ന് കുറച്ച് വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും അക്കൂട്ടത്തിൽ നമ്മൾ പരിചയപ്പെടാൻ വിട്ടുപോയ ഒരാളുണ്ട്. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇവനെ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതായത് ഒരു പ്രൊഫഷണലായ രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ പ്രൊഫഷണലായി കൈകാര്യം ചെയ്താലാണ് ഏറ്റവും പരമമായ മാർക്ക് നമുക്ക് ഇവിടെ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ആകെത്തുകയായ ഒരു ഐഡിയ ഈ ഒരു വീഡിയോ മൊത്തമായി കണ്ടാൽ നിങ്ങളിലേക്ക് എത്തും എന്നർത്ഥം. എന്താണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത് എന്ന് നോക്കാം. നമുക്ക് ഏറ്റവും ആദ്യം എന്തുകൊണ്ടാണ് QA അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് നമ്മൾ പഠിക്കണമെന്ന് പറയുന്നത് എന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യണം. അതുപോലെ RRB JE എന്ന് പറയുന്ന നമ്മൾ പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടുള്ള ആ എക്സാമിനകത്തെ പാറ്റേൺ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം. അതുപോലെ എന്തൊക്കെ ടോപ്പിക്കുകളാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് വരുന്നത്, അതിനകത്ത് ഏതൊക്കെ രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം, ഏതാദ്യം ഏത് രണ്ടാമത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജി പ്രകാരം റിവിഷൻ ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജി പ്രകാരം നമുക്ക് ഏറ്റവും ആദ്യം ആരെ എടുക്കാൻ സാധിക്കണം എന്നൊക്കെ മനസ്സിലാവണം. ഓക്കെ ആണോ? അതിനുശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ചെറിയ അനാലിസിസ് നടത്തുന്നുണ്ട്. അതുപോലെ നമ്മൾ അത് കഴിയുമ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊരു ഐഡിയ കൂടി തന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത്. ശരി, അപ്പോൾ നമുക്കിനി ഓരോ കാര്യങ്ങളെയും നമുക്ക് എന്ത് ചെയ്യടാ ചർച്ച ചെയ്ത് തുടങ്ങാം. മക്കളെ, ഒന്ന് ആലോചിച്ചേടാ, എന്താണ് ഈ ക്വാണ്ടിറ്റേറ്റീവിന് ഇത്രയേറെ പ്രാധാന്യം ഉണ്ടാകാനുള്ള കാരണം? നോക്കേ, ഏതൊരു പരീക്ഷ എടുത്താലും തൽക്കാലം നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് RRB JE പരീക്ഷയല്ലേ. ഈ RRB JE പരീക്ഷ തന്നെ നമുക്ക് പരിഗണിക്കാം. മക്കളെ, ഇവിടെ എത്ര മാർക്കിനാണ് ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ചോദ്യങ്ങൾ വരിക? 30 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ടടാ. എത്ര മാർക്കിന്റെ ചോദ്യങ്ങളുണ്ടടാ? 30 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. മക്കളെ, ആകെ തുകയെന്ന വണ്ണം നമുക്ക് 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത് എന്നത് ശരിയാ. ഈ 100 മാർക്കിലെ 30%, അതായത് 30 ചോദ്യങ്ങളും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനെ സംബന്ധിക്കുന്നതാ. അതായത് ഈ ഒരു പരീക്ഷയിൽ ഇത്രയേറെ മാർക്ക് എന്ന നിലയിൽ ചോദിക്കപ്പെടുന്ന ഒരു ഭാഗം വേറെ ഇല്ല. അതായത് ഇവന് വെയിറ്റേജ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ ആണോ? ഇവന് വെയിറ്റേജ് ഭയങ്കര കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം നോക്കേടാ, നമുക്ക് ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ ജോഗ്രഫി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, പൊളിറ്റി ഉണ്ട്. ഈ പറയുന്നതായ ഹിസ്റ്ററിയുടെ സിലബസ് മാത്രം പരിഗണിക്കുക. അത്രയും വലിപ്പം മാത്രമേ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനുള്ളൂ. ഹിസ്റ്ററിയുടെ സിലബസിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ടോ അത്രയും തന്നെ വലിപ്പമേ ആർക്കുള്ളൂ? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് ഉള്ളൂ. ഇനി ജോഗ്രഫിയുടെ വലിപ്പമായി പരിഗണിച്ചാലും അതേപോലെ തന്നെ, എക്കണോമിക്സുമായി പരിഗണിച്ചാലും അങ്ങനെ തന്നെ, പൊളിറ്റിയുമായി പരിഗണിച്ചാലും അങ്ങനെ തന്നെ, മറ്റേത് വിഷയവുമായി പരിഗണിച്ചാലും ഇത് ഇതേപോലെ തന്നെ. ഓക്കെ ആണോ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അറിയാവുന്ന ഒരാൾക്ക് 30 മാർക്ക് ലഭിക്കും എന്നതായ സ്ഥാനത്ത് നമുക്ക് ഈ പറയുന്ന ഹിസ്റ്ററിയിലൂടെയും ജോഗ്രഫിയിലൂടെയും നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നതായ പരമാവധിയായ മാർക്ക് 3 മാർക്കോ 4 മാർക്കോ ഒക്കെ ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കടാ, സിലബസ് എന്ന് പറയുന്നത് എത്രത്തോളം വലിപ്പമുള്ള ആളാ, എന്നിട്ട് പോലും വലിപ്പമുള്ള ആളാ, എന്നിട്ട് പോലും ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. ഇവിടെയോ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇല്ലതാനും, പക്ഷെ ഒരുപാട് മാർക്കിനായി അവിടെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞു. ഇതുകൊണ്ടാണ് ഇവനെ ഒരു ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്റ്റായി പരിഗണിക്കുന്നത്. ഇനി ഹയസ്റ്റ് പ്രെഡിക്റ്റബിലിറ്റി.
ഇപ്പോൾ ഇത്രയേറെ വലിയ ഒരു സിലബസിൽ നിന്ന് ഞാൻ ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും പൊളിറ്റിയും ഒക്കെ പഠിച്ചു. പരീക്ഷയ്ക്ക് പോകുന്നതിന് ഒരു 2 ആഴ്ച മുമ്പേ എന്നോടൊരു സുഹൃത്ത് വന്ന് ചോദിക്കുകയാ, എടാ ഹിസ്റ്ററിയിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്, അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരു 2-3 ചോദ്യങ്ങൾ എന്നുള്ള രീതിയിൽ എനിക്കൊരു ഗസ് നടത്താം എന്നുള്ളത് ശരിയാ. പക്ഷേ ഈ ഗസ് എന്ന് പറയുന്നത് ശരിയായി മാറാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രത്തോളം ചെറുതാണ് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അതേസമയം ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വളരെ വ്യക്തമായി പഠിച്ച ഒരു വ്യക്തിയാണ് എന്നാണെങ്കിൽ ആ പറയുന്ന വ്യക്തിക്ക് ആ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള ചോദ്യങ്ങളെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് പോകാം. റേഷ്യോ പ്രപ്പോർഷനിൽ നിന്നാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് ഇന്ന ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കണമെന്നായിരിക്കാം. ഇനി അതുപോലെ ടൈം ആൻഡ് വർക്കിൽ നിന്നാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ അത് ഇന്ന മോഡൽ ആയിരിക്കാം ചോദിക്കുന്നത് എന്നിങ്ങനെ നിങ്ങൾക്ക് കാര്യങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് അതേപോലെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതകൾ മറ്റ് സബ്ജക്റ്റുകളെക്കാൾ കൂടുതലാണ് ആർക്ക്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്. അത് മാത്രമല്ല, ഇവിടെ നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനെ നമ്മൾ സമീപിക്കുമ്പോൾ ഒരു പ്രത്യേകമായ സ്കില്ല് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഈ സ്കില്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് കാര്യങ്ങളെ എഴുതി ഉത്തരത്തിനകത്തേക്ക് എത്തിക്കുവാനുള്ള കഴിവാണ്. വളരെ കുറവായ കാര്യങ്ങളെ എഴുതുന്നുള്ളൂ എന്നാണെങ്കിലും വളരെ കൂടുതലായ കാര്യങ്ങളെ ഞാൻ ചിന്തിക്കുന്നുമുണ്ട്. അതൊരു സ്കില്ലല്ലേ? ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടി അവിടെ ഉണ്ട്. അങ്ങനെ സ്കില്ലുണ്ട് എന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയത്തെ അവിടെ ലാഭിക്കാം. ഒരു ചോദ്യത്തിൽ നിന്ന് ലാഭിച്ചു കിട്ടുന്നതായ സമയം മറ്റൊരു ചോദ്യത്തിനകത്തേക്ക് വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ സേഫ് ആയിട്ട് പാടുള്ള ചോദ്യങ്ങൾക്ക് എത്രത്തോളം സമയം വേണമോ അത്രത്തോളവും, എളുപ്പമുള്ള ചോദ്യങ്ങൾക്ക് എത്രത്തോളം കുറവ് മതിയോ അത്രത്തോളം കുറവും അവിടെ ലാഭിച്ചു കിട്ടുന്നതിനെ ആ പാടാകുന്ന ചോദ്യത്തിനകത്തേക്ക് എടുത്തിട്ട് കൊടുത്ത് നമുക്ക് വളരെ സേഫ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂടാ? നമുക്ക് ഈ ഒരു ഭാഗത്തെ കവർ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഈ ഒരു സ്കില്ല് കൃത്യമായിട്ട് നമ്മുടെ കൈകളിൽ ഉണ്ടാകണം. ഈ സ്കില്ലിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. എന്താന്ന് ചോദിച്ചാൽ, ഇപ്പോ നമുക്ക് പറയാൻ പറ്റും ഡിജിറ്റ് സമ്മ് മെത്തേഡ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ആരുണ്ടടാ? ഡിജിറ്റ് സമ്മ് മെത്തേഡ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഡിജിറ്റുകളുടെ തുക എടുക്കുന്ന ഒരു പരിപാടി. ഉത്തരം കണ്ടുപിടിക്കാൻ ഇപ്പൊ കൂട്ടുക, ഗുണിക്കുക എന്നൊക്കെയുള്ള പ്രോസസ്സ് വരുമ്പോൾ കൂട്ടണം എന്നാണെങ്കിൽ വലിയ വലിയ സംഖ്യകൾ വന്നാൽ കൂട്ടാൻ എനിക്ക് നന്നേ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഗുണിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്ഷനുകളിലൂടെ പോയി ഉത്തരത്തിനകത്തേക്ക് എത്താൻ പറ്റുന്ന ഒരു വഴിയാ ഈ പറയുന്ന ഡിജിറ്റ് സം എന്ന് പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് യൂണിറ്റ്സ് പ്ലേസ് എന്ന് പറയുന്നതായ ഭാഗവും നമുക്ക് ഒരു വരമായി മാറാറുണ്ട്. ഇവനെ അറിയാവുന്നവർക്കും ചില സാഹചര്യങ്ങളിൽ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസിനെ എന്ത് ചെയ്യാൻ പറ്റും? വെട്ടി ചെറുതാക്കാൻ പറ്റും. ഇനി ചില ആളുകൾക്ക് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്ന എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഉത്തരത്തിനകത്തേക്ക് എത്തുന്നതായ പരിപാടിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാല്യൂ പുട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡുകളുണ്ട്. ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെ വളരെ വ്യക്തമായിട്ടും വളരെ സ്പഷ്ടമായിട്ടും എവിടെ ഉപയോഗിക്കണമെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരാൾക്ക് ഈ സ്കില്ല് സ്വയമേ അങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആ സ്കില്ല് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാര്യം കൂടി അതിനകത്തേക്ക് വന്നോളും. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് ഈ 30 മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ക്ലേശകരമായ ഒരു പണിയുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇവന് കമ്പാരിറ്റീവ്ലി ഷോർട്ടർ ആയിട്ടുള്ള സിലബസ് ആണ് ഇവനുള്ളത്. അപ്പോൾ വളരെ ചെറിയ സിലബസും വളരെ കൂടുതലായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഓഫ് മാർക്കുമുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇനി ഇത്രമേൽ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ മറ്റൊരു കാര്യം ഞാൻ പറയണമോ? വേണ്ട. എന്നാലും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം മക്കളെ. 100 മാർക്കുമായി കണക്ട് ചെയ്തുകൊണ്ട് നോക്കുമ്പോഴാണ് നിലവിൽ ഈ 30 മാർക്ക് എന്ന് പറയുന്ന ഈ ഒരു വലിയ ഭാഗം വരിക. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 30 എന്ന് പറയുന്നത് അത്ര പ്രധാനപ്പെട്ടതാണോ? ഞാൻ ബാക്കിയാകുന്ന 70 മാർക്കിനെ പരിഗണിച്ചിട്ട് അതിൽ നിന്ന് പരമമായ മാർക്ക് നേടി ഇവിടുന്ന് കിട്ടുന്നത് ഒപ്പിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. എടാ, ഇപ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഒരു പരീക്ഷ എഴുതുമ്പോൾ ആ പറയുന്ന പരീക്ഷ എഴുതുന്ന ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള മാർക്ക് നേടുന്ന ഒരാൾ ഉണ്ടാകുമല്ലോ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പരീക്ഷ എഴുതി അയാൾക്ക് 80 മാർക്ക് കിട്ടി എന്ന് വിചാരിക്കുക. ഈ 80 മാർക്കിനെ പരിഗണിക്കുമ്പോൾ ഈ പറയുന്ന 30 മാർക്ക് കുറച്ചുകൂടി പ്രധാനപ്പെട്ടതായി മാറിയില്ലേ? ഏകദേശം പകുതിയോളം വരുന്ന അത്രയും ഭാഗം ഇവനിലൂടെ മാത്രം കവറായി കിട്ടിയില്ലേ മാർക്ക് അടിസ്ഥാനത്തിൽ?
ആയോ? ഇനി മറ്റൊരു കാര്യം പറഞ്ഞു തരാം. എടാ, ഇപ്പൊ നിലവില് നമുക്ക് 24 ലക്ഷം, ഇപ്പൊ കൊറോണയൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് കുറച്ച് കൂടാം, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. എന്നിരുന്നാലും ഇതിനു മുമ്പ് നടത്തിയ പരീക്ഷയിൽ 24 ലക്ഷത്തോളം വരുന്ന ആളുകൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഈ പറയുന്ന ആളുകൾക്കിടയിൽ വന്ന കട്ട് ഓഫുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് കട്ട് ഓഫിനോട് അടുത്തല്ല, കട്ട് ഓഫിനേക്കാളും ഒരു 5, 6, 10 മാർക്ക് അധികം നേടി വേണം നമ്മൾ ഈ ലിസ്റ്റിനകത്തേക്ക് കടന്നുകൂടാൻ. അറിയാലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ മാക്സിമം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പുഷ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരണം. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു പ്രിപ്പറേഷൻ നമുക്ക് CBT 1, 2 ഒക്കെ ഉണ്ടല്ലോ, എന്തായാലും രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ പ്രിപ്പറേഷൻസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ എത്രത്തോളം നമ്മൾ മുമ്പിലേക്ക് എത്തി എന്ന CBT 2-നേക്ക് നമുക്കൊരു അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ട് കൂടി CB 1-നെ കാണണം. അതുപോലെ തന്നെ നമ്മൾ പറയണം, CBT 1-നെ കാണണം. അതുപോലെ തന്നെ നമ്മൾ പറയണം എന്താ, നമുക്ക് മാക്സിമം ആയിട്ടുള്ള മാർക്ക് നേടി നമുക്ക് എലിജിബിലിറ്റി നേടിയെടുക്കുകയും വേണം. ശരിയാണോ? അപ്പൊ ഒരു കാര്യം ഇവിടെ പ്രശ്നമായിട്ട് വരും. ഈ 24 ലക്ഷം ആളുകൾ എഴുതുമ്പോൾ ഇപ്പോ എനിക്കും എൻ്റെ സുഹൃത്തിനും ഒരു 70ഉം 71 മാർക്കിൻ്റെയും വ്യത്യാസമുണ്ട്. എനിക്ക് എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 70ഉം എൻ്റെ സുഹൃത്തിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 71 ആണെന്ന് വിചാരിക്കും. ഞങ്ങൾക്കിടയിൽ എത്ര മാർക്കിൻ്റെ വ്യത്യാസമുണ്ട്? 1 മാർക്കിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 1 മാർക്കിൻ്റെ വ്യത്യാസം കാരണം എൻ്റെ റാങ്കിനേക്കാളും 500, മിനിമം 500 റാങ്ക് മുമ്പിലായിരിക്കും ആര്? എൻ്റെ കൂട്ടുകാരൻ. കാര്യം എന്നേക്കാൾ 1 മാർക്ക് കൂടുതൽ വാങ്ങിയവൻ 1 മാർക്ക് 500ന്റെ വ്യത്യാസം മിനിമം ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞ ഈ 24 ലക്ഷം എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചാൽ അത് ഈ പറയുന്നതായ റാങ്ക് സാഹചര്യത്തിനെയും ബാധിക്കും. അതായത് ഇൻ ബിറ്റ്വീൻ 2 അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ 1 മാർക്ക് എന്ന് പറയുന്നത് മിനിമം ഒരു 500-600 ആളുകൾ കയറി വരും. ഡെസിമൽ വരെ പരിഗണിക്കുന്നുണ്ട് മാർക്കിന്. ഇനി ആലോചിച്ച് നോക്കേ, നമ്മുടെ കയ്യിൽ നിന്ന് ഈ 1 മാർക്ക് എന്ന് പറയുന്ന സാധനം പോലും പോകാതെ പരമാവധിയായി നേടാൻ പറ്റുന്നതിനെ നേടിയെടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ടേക്ക് പോയാലല്ലേ നമുക്ക് ആ പറയുന്ന ലിസ്റ്റിനകത്തേക്ക് കടന്നുകൂടാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വലിയ സിലബസ് ഒന്നും അല്ലാത്ത, പ്രഡിക്റ്റബിലിറ്റി ഏറ്റവും കൂടുതലായുള്ള, വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈ മേഖലയെ കളഞ്ഞിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമോ? നമുക്ക് ഇവനില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. കാര്യം പിടികിട്ടിയോ? ഇനി ഞാനിത് ചുമ്മാ കിടന്ന് തള്ളുന്നതാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചെന്നിരിക്കും. എന്നാൽ ഇതിന് ദാണ്ടെ വ്യക്തമായ ഒരു തെളിവ് ഞാൻ നിങ്ങൾക്ക് തരാം. നോക്കേടാ, ഇവിടെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്തിന് എത്ര മാർക്കാ? 30 മാർക്കാ. 30 ചോദ്യങ്ങളിൽ നിന്നായി 30 മാർക്ക് ലഭിക്കുന്നു. ഇവിടെ നമുക്ക് ഒരു 21 ടോപ്പിക് പഠിച്ചാൽ മതി. അതായത് ഒരു ഹിസ്റ്ററിയുടെ വലിപ്പമുള്ള സിലബസ് എന്നോ ജോഗ്രഫിയുടെ വലിപ്പമുള്ള സിലബസ് എന്നോ ഒക്കെ പറഞ്ഞാൽ ശരിയല്ലേ? ഇനി ഈ പറയുന്നതായിട്ടുള്ള മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്ന ഭാഗം വളരെ വ്യക്തമായി പഠിക്കാൻ അറിയാവുന്നവന്റെ കയ്യിൽ വളരെ ഭദ്രമായി ഒതുക്കിയെടുക്കാൻ പറ്റുന്ന മറ്റൊരു മേഖലയാ ജനറൽ ഇന്റലിജൻസ്. അപ്പൊ 25 മാർക്കിന്റെ ചോദ്യങ്ങളായി. അതായത് ഈ 2 ഭാഗങ്ങൾ കവർ ചെയ്താൽ തന്നെ നമുക്ക് പകുതിയിൽ കൂടുതൽ മാർക്ക്, അതായത് 55 മാർക്ക് എന്ന് പറയുന്നതായി കഴിഞ്ഞു. കണ്ടോടാ? ഇനി നിങ്ങൾ പറയും ഈ 30 ഒന്നും വാങ്ങിക്കാൻ എല്ലാരെ കൊണ്ടൊന്നും പറ്റൂലല്ലോ. നമുക്ക് റിയാലിറ്റിയെ കുറിച്ച് സംസാരിക്കാം. അതായത് ഒരു 25 മുതൽ ഒരു 28-നകത്തുള്ള മാർക്ക് വാങ്ങിക്കാൻ പറ്റുമല്ലോ. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇവിടെ ഒരു 21-നും 23-നും ഇടയ്ക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുമല്ലോ എല്ലാവർക്കും. അങ്ങനെ നോക്കിയാലും ഇവിടെ ഇപ്പൊ 25-ഉം 20-ഉം എങ്ങനെ നോക്കിയാലും എന്തുണ്ട്? ഒരു പകുതിയോളം വരുന്ന മാർക്ക് ഇത് രണ്ടും കൂടെ വന്നപ്പോൾ തന്നെ കവർ ആയിട്ടുണ്ട്. ഇത് രണ്ടും കഴുകയുള്ള മാർക്കിലേക്കാണ് നമ്മൾ എങ്ങോട്ടേക്ക് പോവുക? ഈ ജനറൽ സയൻസും ജനറൽ അവയർനെസ്സും. നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ 30 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടല്ലോ. നിങ്ങളല്ലേ പറഞ്ഞേ ഇവിടെ 30 മാർക്കിന്റെ ഒരേ ഒരു ഭാഗം മാത്രമേ ഇത്രയും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതായി ഒന്നുള്ളൂ എന്ന് പറഞ്ഞത്. എടാ, ഈ ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ വരുത്തില്ലേടാ? ഇതിന് ഓരോന്നിനുമായിട്ട് മാർക്ക് അവിടെ സ്പ്ലിറ്റായി പോയില്ലേടാ? ഞാൻ പറഞ്ഞ കാര്യം പിടികിട്ടിയോ? അവിടെ മാർക്ക് സ്പ്ലിറ്റായി പോകുമെന്നേ. ശരിയല്ലേ? അപ്പോഴും നമ്മൾ തനിത്തനിയായിട്ടെല്ലാം പഠിക്കണ്ടേ? ഓക്കെ അല്ലേ? ഇനി അടുത്തതായ ഒരു കാര്യം എന്താ? ഈ ഒരു 15 മാർക്കിനെ കണ്ടോ? 15 മാർക്കിനെ കണ്ടോ? ഈ 15 മാർക്കിനകത്ത് 5 മാർക്ക് എന്ന് പറയുന്നത് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. അത് കഴിച്ചു വരുന്ന ബാലൻസ് ഒരു 10 മാർക്ക് ഇല്ലടാ. ഈ 10 മാർക്കിന് വേണ്ടിയിട്ടാണ് ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനെയുള്ളതായ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് ചോദ്യം വരിക.
അപ്പോൾ മനസ്സിലാക്കണം, ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ ഉണ്ട് എന്നാണെങ്കിലും അവൻ എത്രമാത്രം പ്രാധാന്യമുണ്ട്, എങ്ങനെ പഠിച്ചാൽ അവനെ ഒതുക്കിയെടുക്കണമെന്ന് അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചിന്തിക്കണം. ഈ വഴി നിങ്ങൾക്ക് ഇതിഹാസ മാഷ് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഈ 10 മാർക്കിന് ഏത് മേഖലകളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. ഈ കറണ്ട് അഫെയർ ആകുന്ന 5 ചോദ്യങ്ങളിൽ മിനിമം ഒരു 3 ചോദ്യം നേടാനുള്ള വഴി എന്തായാലും നമുക്ക് അവിടെ ഉണ്ടാകും. കാര്യം എന്താ, നമ്മൾ എന്ന് മുതലാണോ പഠിച്ചു തുടങ്ങുന്നത് അന്ന് മുതലേ തന്നെ കറണ്ട് അഫെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നോക്കിയാ മുമ്പോട്ടേക്ക് പോകുന്നത്. ശരിയല്ലേ? അതുകൊണ്ട് സേഫാ. ഇനി നിങ്ങളൊന്ന് നോക്കേടാ, ആകെ തുകയെന്ന വണ്ണം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ദാണ്ട് 25ഉം ഒരു 20ഉം കൂടെ ആയപ്പോഴത്തേക്ക് എത്രയായി? 45 മാർക്കായി. ഈ 45-നകത്ത് നിന്ന് ഇവിടെ നിന്ന് ഈ പറയുന്ന 30-നകത്ത് ഇപ്പൊ എനിക്ക് ഫിസിക്സ്, ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ എനിക്ക് ഫിസിക്സ് ഭയങ്കര എളുപ്പമുള്ളതായ കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഓരോ സബ്ജക്റ്റുകളും എനിക്ക് ബാക്കിയുള്ളതിനകത്ത് അതിന്റെ സ്വാഭാവികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അതുകൊണ്ട് ഞാൻ കുറെ സമയം ചിലപ്പോൾ ബയോളജിക്കും കെമിസ്ട്രിക്കുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായ സാഹചര്യമൊക്കെ വരുമായിരിക്കും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുമ്പോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ കുറവുകൾ കൂടി നമ്മൾ അറിയണമല്ലോ. അപ്പൊ ഏതിന് കൂടുതൽ പ്രാധാന്യമൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കുമ്പോഴും ഈ 30-നകത്ത് ഏകദേശം നമുക്കൊരു 20 മാർക്ക് വരെയൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു 20-നും 25-നും ഇടയിലുള്ള മാർക്ക് വരെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നേടിയെടുക്കാൻ പറ്റുന്നത്. ഒരു 20 എന്ന മിനിമം നോക്ക്. അപ്പൊ തന്നെ എത്ര ഇടാ? 45 20ഉം കൂടെ ആയപ്പോൾ 65ആയി. ഇവിടെ നിന്ന് നേടാൻ പറ്റുന്ന 3 മാർക്കും ഇവിടെ നിന്ന് നേടാൻ പറ്റുന്നതായ പരമാവധിയായ എത്ര മാർക്കുണ്ടോ അത്രയും കൂടെ ചേർക്കുമ്പോൾ തന്നെ നമുക്ക് ലിസ്റ്റിനകത്ത് കയറാനുള്ള മാർക്കുകളായി കഴിഞ്ഞു. അപ്പോ ഈ കൂട്ടത്തിൽ ഒരു ഇൻഡിവിജ്വൽ സബ്ജക്ട് എന്ന നിലയിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള മാർക്ക് നമുക്ക് നേടിത്തരാൻ സഹായിക്കുന്നത് ഈ 30 മാർക്കല്ലേ? എടാ, ഇനി നിങ്ങൾ എങ്ങനെയൊക്കെ വേണോ കൂട്ടി നോക്കിക്കോ, ഈ 30 ഇല്ലാതെ ഇവനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ബാക്കിയുള്ളതിനെ ചേർത്തിട്ട് നിങ്ങൾക്ക് എന്ത് വേണം, ഈ പറയുന്ന കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫുമായിട്ട് പരിഗണിച്ചിട്ട് നിങ്ങൾക്ക് ലിസ്റ്റിൽ കയറണം. ഒന്ന് കൂട്ടി നോക്കിക്കോ. എങ്ങനെയൊക്കെ നോക്കിയാലും കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ഇരിക്കും. ശരിയാണോ? ഇവനില്ലാതെ നടക്കൂല ഒന്നും. ഓക്കെ ആണോ? ഇവനെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവന്റെ കയ്യിൽ ഇവൻ ഭദ്രമാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ തന്നെ നമ്മൾ വളരെ സാവധാനത്തിൽ ചിന്തിച്ചു നോക്കേ. എന്താ എടാ, ഇവനെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവൻ ഇവനെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാ. ഇവൻ ഒന്ന് തുടങ്ങി കിട്ടിയാൽ ഇത് ഓട്ടോമാറ്റിക്കലി കയ്യില. 55 മാർക്കിനുള്ള വക കയ്യില. ഇതിൽ നിന്ന് പരമാവധിയായ എത്ര മാർക്ക് എനിക്ക് ഒപ്പിക്കാൻ പറ്റുമെന്ന് മാത്രം ഞാൻ അറിഞ്ഞാൽ മതി. ഓക്കെ ആണോ? എടാ, മാക്സിമമായ മാർക്ക് കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യണം? പഠിക്കണം എന്നുള്ളതാണ്. ശരി, ഓക്കെ ആണോ? ഇനി ഇതാണ് ഓക്കെ. നമുക്ക് പഠിക്കാനുള്ള സിലബസുകൾ ഏതൊക്കെയാ? എടാ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ തന്നിട്ടുള്ള സിലബസിനെ ഞാനിവിടെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ഒരു ഭാഗം, അതുപോലെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം, അതുപോലെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഭാഗം. ഇങ്ങനെ 3 ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ടോപ്പിക്കുകളെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഏറ്റവും കൂടുതലായ ആളുകളുടെയും കണ്ണ് ഈ നടുക്ക് കിടക്കുന്ന ഭാഗത്തിലേക്കാണ് പോകുന്നത്. എന്താ കാരണം? എല്ലാവരും പറയും എനിക്ക് നമ്പർ സിസ്റ്റത്തെ കുറിച്ച് അറിയാം, എനിക്കറിയാം, എനിക്ക് ഫ്രാക്ഷൻസിനെ ഡെസിമൽസിനെ കുറിച്ച് അറിയാം, എനിക്ക് LCM HCF അറിയാം, എനിക്ക് സ്ക്വയേഴ്സ് സ്ക്വയർ റൂട്ട് അങ്ങനെയുള്ളതെല്ലാം അറിയാം, റേഷ്യോ പ്രപ്പോർഷൻ എനിക്കറിയാം, പെർസെൻറ്റേജ് എനിക്കറിയാം. ഇത് ഇത്രയും അറിയാവുന്ന ഞാൻ ഇനി എന്തിന് ഇത് നോക്കണം എന്നൊരു ചിന്ത നിങ്ങളിൽ ഉണ്ടാകും. പക്ഷേ ഞാൻ പറയുന്ന കാര്യം കേട്ടോണേ. എടാ, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമായിരിക്കും, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതായ ഒരു വാക്ക് ഓർമ്മയുണ്ടോ? ആ സ്കില്ല് നിങ്ങൾക്ക് ഈ മേഖലയിൽ ഇല്ല എന്നാണെങ്കിൽ ഇതിനെ സമയം ലിമിറ്റ് ചെയ്തുകൊണ്ട് ചെയ്തു തീർക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. നിങ്ങൾക്കറിയാമെന്ന കാരണം കൊണ്ട് നിങ്ങൾ ഇവനെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളതിലേക്ക് പോയാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരീക്ഷാ ഹാളിൽ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ എപ്പോഴും ഞാൻ വലിയ പഠിപ്പിയാണെന്നോ അല്ലെങ്കിൽ എനിക്ക് എല്ലാം അറിഞ്ഞുകൂടാത്തതായ കാര്യങ്ങളെന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയാണോ പഠിച്ചു തുടങ്ങേണ്ടതെന്നൊരു നിർദ്ദേശം കിട്ടിയിട്ടുള്ളത് അവിടെ നിന്നേ അങ്ങ് തുടങ്ങിയേക്ക്. എന്താ? നമ്പർ സിസ്റ്റം, ഫ്രാക്ഷൻസ്, ഡെസിമൽസ്. ഈ നമ്പർ സിസ്റ്റത്തിനകത്ത് നമുക്ക് ഡിവിസിബിലിറ്റി മുതലായ കാര്യങ്ങളൊക്കെ വരും, റിമൈൻഡർ സംബന്ധമായ കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതിനകത്ത് ഡിജിറ്റ്സ് ഇൻ യൂണിറ്റ്സ് പ്ലേസ് എന്നുള്ള കാര്യം വരും, ഫേസ് വാല്യൂ പ്ലേസ് വാല്യൂ എന്നുള്ള കാര്യം വരും, സേർട്സ് ആൻഡ് ഇൻഡിസസ് അല്ലെ നമ്മൾ പറയുന്ന എക്സ്പോണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. ഇനി ഫ്രാക്ഷൻസ് ആണെങ്കിലോ അവിടെ റെക്കറിങ്, നോൺ റെക്കറിങ് ഫ്രാക്ഷൻസ്, ടെർമിനേറ്റിംഗ് ഫ്രാക്ഷൻസ്, ഈക്വൽ ഫ്രാക്ഷൻസ്, പിന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഫ്രാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, പിന്നെ ഡെസിമൽസ് ടു ഫ്രാക്ഷൻ കൺവേർഷൻ, ഫ്രാക്ഷൻ ടു ഡെസിമൽ കൺവേർഷൻ. ഓക്കെ ആണോ? യൂണിറ്റ് കൺവേർഷൻ. ഓക്കെ ആണോ? LCM HCFുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു 5 ഇക്വേഷൻ ഉണ്ട് പഠിക്കാൻ. LCM HCF എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് പഠിക്കുന്നതിനോടൊപ്പം ഈ 5 ഇക്വേഷനും കൂടി പഠിച്ചു വെച്ചാലേ നമുക്ക് ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആകൂ. ഇക്വേഷൻ പഠിച്ചിട്ട് കാര്യമില്ല, ഇക്വേഷൻ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന് കൂടി പഠിക്കണം. സ്ക്വയർ റൂട്ട്. എടാ, അപ്പോ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. ഈ സ്ക്വയർ റൂട്ട് എന്നത് മാത്രമല്ല ഇവിടെ വരുന്നത്. ഇവിടെ ക്യൂബും ക്യൂബ് റൂട്ടും സ്ക്വയേഴ്സും
സ്ക്വയർ റൂട്ടും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ഭാഗം എന്ന നിലയിലാണ് ഇവനെ നോക്കുന്നത്. റേഷ്യോ പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ റേഷ്യോകൾ എങ്ങനെയൊക്കെ വരും, അതിന്റെ കണ്ടീഷനുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. ഇനി ആരാ ഉള്ളത്? പെർസെൻറ്റേജ് ഉണ്ട്. നമ്മൾ ഈ പഠിച്ചതായതാ ഇത്രയും കാര്യങ്ങൾ കണ്ടോ, ഈ പറയുന്ന ഇത്രയും കാര്യങ്ങളെയും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് സിംപ്ലിഫിക്കേഷനിൽ നിന്നും ചോദ്യങ്ങൾ വരും. ഓക്കെ ആണോ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, എടാ ഇത് ഞാൻ ഈ പറയുന്ന ഫണ്ടമെന്റൽസിൽ നിന്ന് തുടങ്ങണമെന്ന് പറയുന്നത് കൊണ്ട് എന്താ വേറൊരു കാര്യം ഉള്ളത്? അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ പഠിക്കണമെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര വാശി പിടിക്കുന്നതെന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ. ഇവിടെ ചോദ്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നതെന്നറിയോ? എടാ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് മൊത്തമായിട്ട് ഈ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ഏരിയ മാത്രമായിട്ട് കവർ ചെയ്ത, ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന മാത്രമായ ഏരിയ കവർ ചെയ്ത നമുക്ക് മാക്സിമം നമുക്ക് ഒരു 9 മാർക്ക് വരെയും നേടിയെടുക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്തിലേക്ക് വന്നാൽ മാക്സിമം ഒരു 12 മാർക്ക് വരെ നേടിയെടുക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്തിലേക്ക് വന്നാൽ നമുക്ക് ഇവിടെ നിന്നും ഒരു 9 മാർക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, നേടിയെടുക്കാൻ പറ്റും. മൊത്തം കൂടെ കൂട്ടുമ്പോൾ ഒരു 30 മാർക്ക് വരും. ഞാനിതൊരു ഒരു റഫായിട്ടുള്ള വാല്യൂ പറഞ്ഞത്, എന്നിരുന്നാലും ഏറെക്കുറെ ഇതേപോലെ തന്നെയാണ് പരീക്ഷയ്ക്ക് വരാറ്. ഇനി നോക്കേടാ, ഈ ഇത്രയുമാകുന്ന ഭാഗത്തിനെ പഠിച്ചു എന്ന കാരണം കൊണ്ട് നമുക്ക് ആകെ കിട്ടാൻ പോകുന്നത് 12 മാർക്കാണ്. ഓക്കെ ആണോ? 12 മാർക്കാണ്. അപ്പൊ ഈ 9 മാർക്ക് എന്ന് പറയുന്നത് നിസാര കാര്യമാണോ? കയ്യിൽ നിന്ന് പോകുന്നത് ഓരോ മാർക്കും എത്ര 500 പുറകിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? അപ്പോ ഈ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി. 9 മാർക്കിൻ്റെത് വരെയുള്ള ചോദ്യങ്ങൾ ഇവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. ഇനി ഈ പഠിച്ചതായ ഫണ്ടമെന്റൽ ആകുന്ന കാര്യങ്ങളുടെ ആപ്ലിക്കേഷനുകൾ എന്ന് പറയാൻ പറ്റുന്നതായ ഭാഗമാണ് ഇത് ആപ്ലിക്കേഷൻ ലെവല് എന്ന് പറയുന്നത്. അതായത് ടൈം ആൻഡ് വർക്ക്. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ ടൈം ആൻഡ് വർക്ക് മാത്രമല്ല, പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ് എന്ന് പറയുന്ന ഒരു ഭാഗവും അവിടെ വരും. ഈ പൈപ്സ് ആൻഡ് സിസ്റ്റേൺസും ടൈം ആൻഡ് വർക്കും ചെയ്യണമെങ്കിൽ നമ്മൾ LCM ആൻഡ് HCF എന്ന് പറയുന്ന ഭാഗം പഠിച്ചേ പറ്റൂ, അറിഞ്ഞേ പറ്റൂ. ഓക്കെ ആണോ? LCM HCF എന്ന് പറയുന്ന ഭാഗം അറിഞ്ഞേ പറ്റൂ. അതുപോലെ ടൈം ആൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ റേഷ്യോ പ്രപ്പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് റേഷ്യോ പ്രപ്പോർഷൻ അറിയാത്ത ഒരാൾക്ക് ടൈം ആൻഡ് വർക്കും പൈപ്പ് ആൻഡ് സിസ്റ്റനും ചില ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ, ചില ചോദ്യങ്ങളെ ഉള്ളൂ റേഷ്യോ പ്രപ്പോർഷന്റെ മാതൃകയിൽ വരുന്നത്. ഇനി പെർസെന്റേജ് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട് ടൈം ആൻഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇനി ഇവിടെ ഇതേപോലെ തന്നെ നമുക്ക് ഇനി ഫ്രാക്ഷനുകൾ ആകുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷനുകൾ അവിടെ വരുന്നുണ്ട്. ഫ്രാക്ഷൻസ് വെച്ച് ചെയ്യേണ്ടതായ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ ആണോ? അതായത് ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെന്റൽസ് നമ്മൾ പഠിക്കുന്നതിന് ഈ 9 മാർക്ക് നേടിത്തരിക എന്ന ഉദ്ദേശം മാത്രമല്ല ഉള്ളത്. ഈ 9 മാർക്ക് നേടിത്തരുന്നത് മാത്രമല്ലാതെ എന്താ പറഞ്ഞേ, ഈ 9 മാർക്കിൽ നിന്ന് പിന്നീട് ഈ 12 മാർക്കിലേക്കുള്ള ഒരു അധിക യാത്ര കൂടി നടത്തി തരുന്നുണ്ട് ആര്? ഈ പറയുന്ന ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ഭാഗം. പിടികിട്ടിയോ? അപ്പോ ഈ 9 മാർക്കും ഈ 9 മാർക്കിനോടൊത്ത് ഈ 12 മാർക്കും കിട്ടണമെങ്കിൽ എന്ത് വേണം? ഫണ്ടമെന്റൽസ് നല്ലതുപോലെ അറിയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഏറ്റവും ആദ്യം ഇവനിൽ നിന്ന് തന്നെ തുടങ്ങണം, ഇവനെ നല്ലതുപോലെ പഠിക്കണം. നമ്മൾ എത്രയൊക്കെ അറിയാമെന്ന് പറഞ്ഞാലും നമുക്ക് അറിഞ്ഞുകൂടാത്തതായ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടാകും. നമുക്ക് ആ സ്കില്ല് ഡെവലപ്പ് ആകണമെങ്കിൽ ഈ ഒരു ഭാഗം കൂടിയേ തീരും. ഓക്കെ ആണോ? ഇനി ഈ പറയുന്നതായ ഭാഗത്തിനകത്തേക്ക് പോവാം. മകളെ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ അറിയാലോ കുറച്ച് അത്യാവശ്യം കാര്യങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന LCM HCF റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത് നല്ലതുപോലെ അറിയാമെങ്കിൽ ഏറ്റവും നല്ലതുപോലെ അത് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഇനി അടുത്തത് പെർസെന്റേജ് എന്ന് പറയുന്ന ഒരു ഭാഗം അറിയാവുന്ന ഒരാൾക്ക് ഏറ്റവും നല്ലതുപോലെ ചെയ്തു തീർക്കാൻ പറ്റുന്നതാണ് ആര്? പ്രോഫിറ്റ് ആൻഡ് ലോസ്. എന്ന് വെച്ചാൽ തന്നെയും ഈ റേഷ്യോ പ്രപ്പോർഷനുമായിട്ട് ആർക്ക് ബന്ധമുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസിന് ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണോ? ഈ LCM HCF റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്ന് മനസ്സിലാക്കാം. ഇനി നേരെ കലണ്ടർ ക്ലോക്കുകൾ. ഇത് പ്യോർലി ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണെങ്കിലും ഇതിനകത്ത് അത്യാവശ്യം ആപ്ലിക്കേഷൻ മൈൻഡോട് കൂടി ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെ എടുത്ത് ഇവിടെ തന്നെ ഇട്ടത്. ഇനി ഏജ് കാൽക്കുലേഷൻ. അത്യാവശ്യം കൂട്ടാനും കുറയ്ക്കാനും അറിയാവുന്ന ഒരാൾക്ക് സ്റ്റേറ്റ്മെന്റ് മാതൃകയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. അതിനെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഇക്വേഷനുകളാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇങ്ങനെ ഈ ഒരു ഭാഗത്തെ കവർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതൊരു ആപ്ലിക്കേഷൻ ലെവലാണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിനെ പിന്നെ നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാം. സ്പീഡ് റിലേറ്റഡ് ആയിട്ട് വരുന്നതായ ചോദ്യങ്ങൾ, അതായത് ആവറേജ് സ്പീഡ് എന്ന് പറയുന്ന മാതൃകയുമായിട്ട് ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ, റിലേറ്റീവ് സ്പീഡ് മാതൃകയിൽ വരുന്ന ചോദ്യങ്ങളുണ്ട്, ബോട്ട് ആൻഡ് സ്ട്രീം മാതൃകയിൽ വരുന്ന ചോദ്യങ്ങളുണ്ട്, അതുപോലെ ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഇങ്ങനെ പലതായിട്ട് ഈ പറയുന്ന ടൈം ആൻഡ് ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് ചെയ്യണം? തരം തിരിച്ചിട്ട് വേണം ഓരോന്നിനെയും പഠിക്കാൻ. അപ്പോൾ ഇതെല്ലാം ഒരു ആപ്ലിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന കാര്യങ്ങളാണ്. ഈ പറയുന്ന പേരുകളൊക്കെ പലതാണെങ്കിലും ഇവിടെ എല്ലാം ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ എന്ന് പറയുന്നത് ഈ ഫണ്ടമെന്റൽ ആകുന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചതായ കാര്യങ്ങളെ തന്നെ. അതായത് ഇതറിയാത്തവൻ ഇങ്ങോട്ടേക്ക് കയറിയിട്ട് കാര്യമില്ലെന്നർത്ഥം. ഇത് തന്നെ പഠിച്ചിട്ടേ അങ്ങോട്ടേക്ക് വരാവൂ എന്നർത്ഥം. ഇനി ഈ അഡ്വാൻസ്ഡ് ലെവലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ
ഇവനൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്വഭാവമുള്ള ആളാണ്. അതായത് ആൽജിബ്ര നമുക്ക് തനിയായിട്ട് പഠിക്കേണ്ടതായ ഒരാളാണ്. ഓക്കെ ആണോ? ആൽജിബ്ര എന്ന് പറയുന്നത് തനിയായിട്ട് പഠിക്കേണ്ട ആളാണ്. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവന്റെ ആപ്ലിക്കേഷനുകൾ പല സ്ഥലങ്ങളിലും വരുമായിരിക്കും, അങ്ങനെ കണക്ഷൻ ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ ഇവനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. നമ്മൾ പഠിക്കുന്ന JEE പോയിന്റ് ഓഫ് വ്യൂല് അങ്ങനെ ആൽജിബ്ര കണക്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനുകളൊന്നും വരാറില്ല. പക്ഷെ ഏകദേശം ഒരു 50ഓളം വരുന്ന ഇക്വേഷനുകൾ ആൽജിബ്ര സംബന്ധമായിട്ട് നമുക്ക് തറവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ജോമെട്രിയിൽ നിന്ന് പൊതുവെ ചോദ്യങ്ങൾ കുറവാണ്, കൂടിപ്പോയ ഒരു ചോദ്യമൊക്കെ ആയിരിക്കും ചോദിക്കുക. ഓക്കെ ആണോ? എന്നിരുന്നാൽ തന്നെയും ഏറ്റവും കൂടുതലായിട്ട് ഇതിന് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്ന സാധ്യത എവിടെയാ വരിക? മെൻസുറേഷനകത്താ. മാക്സിമം 4 ചോദ്യങ്ങളൊക്കെ വരെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് നമ്മള് ഒരു ചെറിയൊരു പരിപാടിയുണ്ട്, അതെന്താന്ന് പറഞ്ഞുതരാം. അതൊക്കെ ചെയ്യുമ്പോൾ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതാണെന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ഉറപ്പിക്കാൻ പറ്റും. ട്രിഗണോമെട്രി, ഇവിടെയും നമുക്ക് ഏകദേശം ഒരു 30 മുതൽ 40 വരെയുള്ള ഇക്വേഷനുകൾ പഠിക്കാനുണ്ട്. അതിലൂടെ നമുക്കൊരു 3 മാർക്ക് 4 മാർക്ക് വരെ ഗ്യാരണ്ടീഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പിന്നെ എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാ. എലമെന്ററി ആയ കാര്യങ്ങൾ, ഫണ്ടമെന്റൽ ആയ കാര്യങ്ങൾ അറിയാമെങ്കിൽ ആ സാധനവും കണക്ക് കൂട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാവുന്നതാ. ഇനി ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ലേ? ഇനിയൊന്നും നോക്കേ, ഞാൻ ഈ പറഞ്ഞതിന് ഒന്നുകൂടി ഒരു ഒരു ഡെഫിനിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ഒന്ന് നോക്കേ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളെ ഞാനൊന്ന് അനലൈസ് ചെയ്ത് തരാം. നോക്കേടാ, സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നതായ ഭാഗത്തു നിന്ന് മാക്സിമം ആയിട്ട് 5 മുതൽ 6 വരെയുള്ള ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്പർ സിസ്റ്റം ഉണ്ട്, റേഷ്യോ, പ്രപ്പോർഷൻ, ആവറേജ്, LCM, പെർസെൻറ്റേജ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇത്ര ചോദ്യങ്ങൾ. ഞാൻ എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കണേ, ഞാൻ ഈ തന്നിട്ടുള്ളതായ ഭാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നതായിട്ടുള്ള ഏതോ ഒരു ഷിഫ്റ്റില് ഏറ്റവും കൂടുതൽ എത്ര ചോദിച്ചു എന്നുള്ളൊരു കണക്ക് വെച്ചാ ചിലപ്പോൾ അടുത്ത ഷിഫ്റ്റിൽ കുറച്ച് കുറഞ്ഞെന്നിരിക്കും. ഈ പറയുന്ന സിംപ്ലിഫിക്കേഷനിൽ എന്തായാലും ഞാൻ കുറച്ച് കൂട്ടിയിടാം എന്നുള്ള രീതിയിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടേക്കുവാണ് കാര്യങ്ങളെല്ലാം. ഓക്കെ ആണോ? അപ്പോ ഒന്ന് നോക്കേടാ, ഇവിടെ നിന്ന് എങ്ങനെയാ ചോദ്യങ്ങൾ വന്നേക്കുന്നത്? ഇപ്പൊ സിംപ്ലിഫിക്കേഷനകത്ത് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, അവസാന വർഷം നടത്തിയ പരീക്ഷയിൽ ഒരു 5 to 6 എന്ന രീതിയിൽ സിംപ്ലിഫിക്കേഷൻ തനിത്തനിയായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തരാം. നമ്പർ സിസ്റ്റത്തിനകത്ത് നിന്നുള്ള രീതിയിൽ ഞാനൊരു 3 മുതൽ 4 വരെ ചോദ്യങ്ങൾ, റേഷ്യോ പ്രപ്പോർഷൻ എന്ന രീതിയിൽ നമുക്കൊരു 2 മുതൽ 3 ചോദ്യങ്ങൾ, ആവറേജ് എന്ന് പറയുമ്പോൾ ഒരു 1 മുതൽ 2 ചോദ്യങ്ങൾ, LCM എന്ന് പറയുമ്പോൾ ഒരു 1 മുതൽ 2 ചോദ്യങ്ങൾ, പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 1 മുതൽ 2 ചോദ്യങ്ങൾ. കണ്ടോ? ഇനി ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് ഒരു 3 മുതൽ 4 ചോദ്യങ്ങൾ, ടൈം ആൻഡ് വർക്കിനകത്തുനിന്ന് 3 മുതൽ 4, ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിനകത്ത് 3 മുതൽ 4. ഈ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്നതിനകത്ത് പൈപ്പ് ആൻഡ് സിസ്റ്റേൺസ് വരുന്നുണ്ട്. ഇവിടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്ത് ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറഞ്ഞതും ട്രെയിനിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞതും എല്ലാം ഇവിടെയും പരിഗണിക്കേണ്ടി വരുവേ. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2 മുതൽ 3 ചോദ്യം, പ്രോബ്ലംസ് ഓൺ ഏജസ് എന്ന് പറയുന്നതും 1 മുതൽ 2 ചോദ്യം. ഇനി അഡ്വാൻസ്ഡ് ലെവലിലേക്ക് വരുമ്പോൾ നോക്കേ, ട്രിഗണോമെട്രി, അതുപോലെ ഈ പറയുന്ന മെൻസുറേഷൻ വളരെ പ്രധാനപ്പെട്ടതാ. ജോമെട്രി പിന്നെ 1 മുതൽ 2 എന്ന് പറയുന്നതിനെ ഞാൻ 2 മുതൽ 3 എന്ന് എഴുതിയെന്നേ ഉള്ളൂ. എലമെന്ററി സ്റ്റാറ്റിക്സിനകത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാതിരിക്കാം, ഉണ്ടെങ്കിൽ തന്നെ ഒരു ചോദ്യമൊക്കെ ആയിരിക്കും മാക്സിമം ആയിട്ട് വരിക. അപ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് അവനൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി ആൽജിബ്രയിൽ നിന്ന് 1 or 2 ചോദ്യങ്ങളെ ചോദിക്കൂ. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് എടുത്തു പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ വളരെ സെലക്റ്റീവായിട്ട് പഠിക്കാം എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു തോന്നലെത്തി അതിലൂടെ എന്നാണെങ്കിൽ അത് ആദ്യമേ കളയുക. മക്കളെ, ഇത് സെലക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്കൊരിക്കലും ഈ ഇങ്ങനെ വരുന്നതായ എക്സാമുകൾക്ക് സെലക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റത്തില്ല. എൻ്റെ കാരണം എന്താണെന്നറിയോ? പരീക്ഷ നടക്കാൻ എത്രയോ ദിവസങ്ങൾ ഉള്ളപ്പോഴാണ് നമ്മുടെ അഡ്മിഷൻ ടിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. ശരിയല്ലേ? ആയ കാരണം കൊണ്ട് തന്നെ ഏത് ഷിഫ്റ്റിനകത്താണ് ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്നതെന്ന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഏത് ഷിഫ്റ്റിലാണ് പരീക്ഷ എഴുതുന്നത് എന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം ഇതിൽ എത്ര ചോദ്യങ്ങൾ എൻ്റെ പരീക്ഷാ പേപ്പറിൽ ഉണ്ടാകും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പരമാവധിയായ എത്ര മാർക്കിന്റെ ചോദ്യങ്ങൾ വരെ എനിക്ക് മുമ്പിൽ എത്താം എന്ന രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം, ഒരു അനാലിസിസ് നടത്താം. ആ അനാലിസിസ് ആണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? അതായത് ഏത് ഷിഫ്റ്റ് ആണെന്ന് അറിയാത്തിടത്തോളം കാലം ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, എത്ര പരമാവധിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും എന്ന് എനിക്ക് പറയാം. പക്ഷെ ഇനി ഒരു കാര്യം കൂടെ അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. അത് എന്താണെന്ന് ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നോക്കണേ, സാധാരണഗതിയിൽ നമ്മളോട് ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പെർസെൻറ്റേജിനകത്ത് നിന്ന് 1 or 2 അധികം ചോദ്യങ്ങൾ ചോദിച്ചെന്ന് വെച്ചോ. ഇപ്പോൾ ഒരു ചോദ്യം ഇവിടെ എക്സ്ട്രാ ചോദിച്ചു എന്ന് വിചാരിക്കുക, അപ്പോഴേക്കും പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്തെ ചോദ്യങ്ങളുടെ എണ്ണം അങ്ങ് ഡൗൺ ആവും, കുറയും.
അതായത് പെർസെൻറ്റേജും പ്രോഫിറ്റ് ആൻഡ് ലോസും കണക്ട് ചെയ്താണ് സാധാരണ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറ്. അതായത് പെർസെൻറ്റേജിനകത്തെ ചോദ്യങ്ങളുടെ എണ്ണം കൂടിയ പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്തെ ചോദ്യങ്ങളുടെ എണ്ണം കുറയും, പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്തെ ചോദ്യങ്ങളുടെ എണ്ണം കൂടിയ പെർസെൻറ്റേജിനകത്തത് കുറയും. ഇനി എന്താ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം, അതിനകത്ത് പൈപ്പ് ആൻഡ് സിസ്റ്റേൺ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ മക്കളെ. ടൈം ആൻഡ് വർക്കിനകത്ത് നിന്ന് മാക്സിമമായി 2 ചോദ്യങ്ങളൊക്കെ ചോദിക്കുമെന്ന് വെച്ചോ, ചിലപ്പോൾ പൈപ്പ് ആൻഡ് സിസ്റ്റേണിനകത്തൊന്നും ചോദ്യങ്ങൾ കാണൂല അന്നേരം. ഓക്കെ, ടൈം ആൻഡ് വർക്കിന് 2 ചോദ്യം ചോദിച്ചു, അപ്പൊ ചിലപ്പോൾ പൈപ്പ് ആൻഡ് സിസ്റ്ററിനകത്തുനിന്ന് ചോദ്യങ്ങൾ കാണൂല. അപ്പൊ എന്ത് പറ്റും, ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്ത് എക്സ്ട്രാ ഒരു ചോദ്യം കയറി വരും, 4 ചോദ്യമായിരുന്നിരിക്കും ചിലപ്പോൾ. ഞാൻ പറഞ്ഞ മനസ്സിലായി, ഇതൊന്നും മൊത്തത്തിൽ കൂട്ടി നോക്കുമ്പോൾ 30 വരുമെന്നുള്ള കണക്ക് വിചാരിക്കരുത്. ഇത് മൊത്തമായിട്ട്, അതായത് എല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ ഏറ്റവും കൂടുതലാകുന്ന മാർക്ക് എത്രയെന്ന് നോക്കിയിട്ടാണ് ഞാൻ ഈ സാധനം സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഒന്ന് നോക്കേ, ടൈം ആൻഡ് വർക്കിനകത്ത് നിന്ന് ചോദ്യങ്ങൾ കുറഞ്ഞപ്പോൾ പൈപ്പ് ആൻഡ് സിസ്റ്ററിനകത്ത് നിന്ന് ചോദ്യങ്ങൾ ഇല്ലാതായപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്തെ ചോദ്യം കൂടി. കണ്ടോ? അതുപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ട്രെയിനും എല്ലാ കാര്യങ്ങളൊക്കെ വരും. ഇതിനകത്തെ ക്വസ്റ്റ്യനുകൾ ഡ്രോപ്പ് ആയപ്പോൾ എന്ത് ചെയ്തു, ടൈം ആൻഡ് വർക്കിനകത്തെ ചോദ്യങ്ങൾ കൂടി, ടൈം ആൻഡ് വർക്കിനകത്ത് 2 ചോദ്യം, പൈപ്പ് ആൻഡ് സിസ്റ്ററിനകത്ത് ഒരു 2 ചോദ്യം എന്നുള്ള രീതി കയറി വന്നു. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അവിടെ സംഭവിക്കാം. ചിലപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിലെ ചോദ്യങ്ങളെ കാണത്തുള്ളൂ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ചോദ്യങ്ങൾ കാണൂല. ചിലപ്പോൾ ആവറേജ് എന്ന് പറയുന്ന ഭാഗം പരീക്ഷയ്ക്ക് ചോദിച്ചില്ല എന്നേ ഇരിക്കും. ഓക്കെ ആണോ? എങ്ങനെയൊക്കെ ആണെങ്കിലും സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഒരു 9 മാർക്ക്, അതുപോലെ ആപ്ലിക്കേഷൻ എന്ന നിലയിൽ ഒരു 12 മാർക്ക്, അഡ്വാൻസ്ഡ് എന്ന നിലയിൽ 9 മാർക്ക്. ഈ ഒരു മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനകത്ത് ഒരു വ്യത്യാസമില്ല. ഓക്കെ ആണോ? ഇതിൽ ഏത് ഷിഫ്റ്റ് എന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഏതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പോ എനിക്കറിയാം ഇവിടെ നമ്പർ സിസ്റ്റത്തിനകത്ത് നിന്ന് പരമാവധിയായ 4 ചോദ്യങ്ങൾ ചോദിച്ചു. ഈ പറയുന്ന 4 ചോദ്യങ്ങൾ ഏതാണെന്ന് ഓരോ ഷിഫ്റ്റും നോക്കി മനസ്സിലാക്കുമ്പോൾ ആ ചോദിച്ച ചോദ്യത്തിന് മുകളിലോ അല്ലെങ്കിൽ ആ ചോദിച്ച ചോദ്യത്തിന് തൊട്ടു താഴെയോ എന്ന രീതിയിലായിരിക്കും ഇനി ഒരു ചോദ്യം വരിക. ആ ക്വസ്റ്റ്യനുകൾ കാണുമ്പോൾ തന്നെ ഇനി എന്തവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, മുമ്പോട്ടേക്ക് പഠിച്ചു പോവാം. ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും ഇപ്പൊ പറയുക, ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്ത് ഏറ്റവും എളുപ്പമുള്ള ചോദ്യം ഏത്, ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യം ഏത്, ഇത് ഏതൊക്കെ ഷിഫ്റ്റുകളിലാണ് ചോദിച്ചത്, ആ ഷിഫ്റ്റിനകത്ത് എന്താണ് മറ്റ് ടോപ്പിക്കുകളിലായിട്ട് സംഭവിച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ ഇത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും മാർക്കിലേക്ക് വരാൻ പറ്റില്ല. മാർക്ക് നമുക്ക് നേടിത്തരാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ ഇനി വേറെയാണ്, അതിനകത്തേക്കാണ് പോകുന്നത്. ഹൗ ഷുഡ് ഐ പ്ലാൻ മക്കളെ, ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും ഏറ്റവും ആദ്യത്തെ നമ്മുടെ ചവിട്ടുപടി എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിക്കൊണ്ടായിരിക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒരു ട്രൂ സിലബസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ പറയുക, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം എനിക്ക് മനസ്സിലാക്കണം, പഠിക്കണം. ഈ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് ഒരുപാട് ടൈപ്പുകൾ പഠിക്കാനുണ്ടാകും. പക്ഷേ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂല് ചിലപ്പോൾ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് വേണ്ടായിരിക്കും, വേണ്ടാത്തത് വേണ്ട, ബാക്കിയുള്ളത് വേണം എന്നാണെങ്കിൽ അത് മാത്രം പഠിച്ചാൽ പോരെ. ഇങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോ ടോപ്പിക്കുകളിലും ആര് വേണമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ വേണം. അതുപോലെ ക്വസ്റ്റ്യനുകളുടെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വേണം. ക്വസ്റ്റ്യനിന്റെ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി മനസ്സിലാക്കണമെങ്കിൽ ഇവൻ വേണം. ക്വസ്റ്റ്യനുകളുടെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവൻ വേണം. ചുരുക്കി പറഞ്ഞ നമുക്ക് ആ പരീക്ഷയെ കുറിച്ചൊരാകത്തുകയായ ഐഡിയ ഏറ്റവും മർമ്മപ്രധാനമായി നമുക്ക് എവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് ലഭിക്കുമെന്ന. ഓക്കെ ആണോ? അവിടെ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, പഠിച്ചു തുടങ്ങാൻ പോവുക. മക്കളെ, പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പുതിയ ഒരു പഠന രീതി എന്ന് പറയുന്നത് ഈ കോമ്പിനേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന ആളാണ്. മക്കളെ, കോമ്പിനേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന ആളാണ്. ഇതിന് വളരെയേറെ പ്രസക്തിയുണ്ട്. എന്താ ഈ കോമ്പിനേഷൻ സ്ട്രാറ്റജി? മക്കളെ, പഠിക്കുമ്പോൾ നമുക്ക് ഒന്നായിട്ട് പഠിച്ചു തുടങ്ങാം. പക്ഷേ പഠിച്ചവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് പെയർ ചെയ്ത് വേണം പഠിക്കാൻ. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. മനസ്സിലാവൂ? ആയിട്ടില്ല എന്നാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ചെയ്ത് തരാം. എന്താണ് കാര്യം നോക്കിക്കോണേ മക്കളെ. നമ്മൾ ഇവിടെ നമ്മൾ പഠിച്ചത് നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും ഫ്രാക്ഷൻ ഡെസിമല് LCM സ്ക്വയേഴ്സ് സ്ക്വയർ റൂട്ട് തുടങ്ങിയതും റേഷ്യോ പ്രപ്പോർഷനും പെർസെൻറ്റേജും ഇത് ഇത്രയും കൂടെ വെച്ചിട്ടുള്ള ഭാഗമായിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ, ഇത്രയും ഭാഗങ്ങൾ നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചു എന്ന് വിചാരിക്കാം. ഇവിടെ വരെ നമ്മൾ തനിത്തനിയായിട്ടുള്ള ടോപ്പിക്കുകളെ എടുത്ത് പഠിച്ചങ്ങ് മുമ്പോട്ട് പോയാൽ മതി. നമ്പർ സിസ്റ്റം തനിയായിട്ട് പഠിച്ചു, ഫ്രാക്ഷൻ ഡെസിമൽസ് തനിയായിട്ട് പഠിച്ചു, ഡിജിറ്റ്സ് ഇൻ ഈ നമ്പർ സിസ്റ്റത്തിനകത്ത് തന്നെ വരും കേട്ടോ, ഡിജിറ്റ്സ് ഇൻ യൂണിറ്റ്സ് പ്ലേസ്, അതുപോലെ തന്നെ എക്സ്പോണൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. എല്ലാം പഠിച്ചു.
റിമൈൻഡർ വെച്ചുള്ള പരിപാടികൾ പഠിച്ചു, എല്ലാം നമ്മൾ പഠിച്ചു. ഇനി ദാണ്ട LCM HCF പഠിച്ചു. ഇതെല്ലാം നമ്മൾ തനിയായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കും. ഇത് ഇത്രയും പഠിച്ച് കഴിയുക എന്നതാണ് ആദ്യത്തെ ടാസ്ക്. അതായത് ഫണ്ടമെന്റൽസ് കംപ്ലീറ്റ് ചെയ്യുക. അതും വെറുതെ പഠിച്ചാൽ പോരാ, ദ ബെസ്റ്റ് ആയിട്ട് പഠിക്കുക. ചിലപ്പോൾ 1, 2, 3 തവണയൊക്കെ റിവിഷനൊക്കെ ചെയ്യേണ്ടി വരും. സമയമെടുത്ത് തന്നെ പഠിച്ചാൽ മതി. അത്ര കണ്ട് സമയമെടുത്ത് പഠിക്കുന്നത് കൊണ്ട് നേട്ടം എന്താ? നമുക്ക് 9 മാർക്ക് കിട്ടുകയും ചെയ്യും. ഇനി അങ്ങോട്ടുള്ള 12 മാർക്കിലേക്കുള്ള വഴി തെളിയാൻ പോകുന്നത് ഈ 9 മാർക്കിന്റെ ബാക്കിയായിട്ടും കൂടെ. ശരി, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിക്കോണേ. ഇനി ഞാൻ ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കുകയാണ്. ടൈം ആൻഡ് വർക്കാണ്. ഞാൻ ഈ ഫണ്ടമെന്റൽസ് മൊത്തം കവർ ചെയ്തതിന് ശേഷം ഞാൻ ടൈം ആൻഡ് വർക്ക് എടുത്തു. എനിക്കറിയാം ടൈം ആൻഡ് വർക്കും പൈപ്പ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്നതും ഒന്നാണ്. അതുകൊണ്ട് ടൈം ആൻഡ് വർക്കിന് വേണ്ടി, അതായത് ടൈം ആൻഡ് വർക്ക് ചെയ്യുന്ന അതേ മെത്തേഡ് വഴിയാണ് പൈപ്പ് ആൻഡ് സിസ്റ്റം ചെയ്യുന്നത്. അതായത് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്നതിന് വേണ്ടി ഞാൻ കൂടുതലായ സമയം കൊടുത്താൽ ടൈം ആൻഡ് വർക്ക് എനിക്ക് പഠിക്കാൻ പറ്റും. അതിലൂടെ പൈപ്പ് ആൻഡ് സിസ്റ്റമിന്റെ പഠിക്കുന്ന സമയം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ മാക്സിമമായ സമയമെടുത്ത് മാക്സിമമായ കാര്യങ്ങളെ പഠിക്കുമ്പോൾ എനിക്ക് ഈ പൈപ്പ് ആൻഡ് സിസ്റ്റമിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. ഓക്കെ ആണോ? ഇത് കോമ്പിനേഷൻ സ്ട്രാറ്റജിയിലെ ഒരു കാര്യമാണ്. അതായത് ഇവിടെ നമ്മൾ 2 പേരെ കൂട്ടിച്ചേർത്താ പഠിച്ചത്. അത് ഒരു വഴി. ഓക്കെ ആണോ? തീർന്നിട്ടില്ല. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇത് നിലവിൽ പഠിച്ചു തുടങ്ങാൻ പ്ലാൻ ഇട്ടതേ ഉള്ളൂ. പഠിച്ചു തുടങ്ങിയോ? ഇല്ല. അപ്പോൾ നമുക്കറിയാം ടൈം ആൻഡ് വർക്കിന് മാക്സിമമായ ടൈം അലോട്ട് ചെയ്യാം. എന്നിട്ട് പൈപ്പ് ആൻഡ് സിസ്റ്റമിന്റെ സമയം എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കുന്ന സമയം കുറയ്ക്കാം. കാര്യം മാക്സിമം ടൈപ്പ് ക്വസ്റ്റ്യനുകൾ നമുക്ക് ടൈം ആൻഡ് വർക്കിൽ നിന്ന് തന്നെ കിട്ടും. എന്താണ് ഇനി അവിടെ സംഭവിക്കുന്നത് ശ്രദ്ധിച്ചോണം. ഞാൻ പറഞ്ഞു ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്നതായ ഒരു ഭാഗം മാക്സിമം സ്ട്രെസ് ചെയ്ത് നിൽക്കുന്നത് ഈ LCM HCF എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് LCM HCF അറിയാവുന്ന ആൾക്ക് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ചാൽ ടൈം ആൻഡ് വർക്കിനും ഈ പറയുന്ന പൈപ്പ് ആൻഡ് സിസ്റ്റമിനും നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് LCM മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ ആണോ? LCM മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ആ LCM മെത്തേഡിനകത്ത് ഈ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം, അതായത് ക്യാൻസലേഷൻ പോലെയുള്ള സാധനങ്ങളൊക്കെ വരാറുണ്ട്. ഓക്കെ ആണോ? ഈ LCM മെത്തേഡ് പഠിച്ചാൽ മാത്രമേ, ഈ LCM മെത്തേഡ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് കടന്നു വരാൻ പറ്റൂ എന്നല്ല അർത്ഥം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഫണ്ടമെന്റൽസ് മൊത്തം കവർ ചെയ്തതിന് ശേഷം ഞാൻ ഈ ആപ്ലിക്കേഷനകത്തേക്ക് വരൂലേ, ഈ ആപ്ലിക്കേഷനകത്തേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ഈ ടൈം ആൻഡ് വർക്കിലേക്ക് പഠിക്കാമെന്ന രീതിയിലേക്ക് ഒരു തീരുമാനം എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം ഞാൻ എന്ത് ചെയ്യണം? ഈ പറയുന്ന LCM ആൻഡ് HCFനെ റിവിഷൻ ചെയ്യണം. എന്ത് ചെയ്യണോടാ? റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്യണം? LCM HCFനെ റിവിഷൻ ചെയ്യണം. കണ്ടോ? ഇവനെ ഏറ്റവും നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുന്നതിനോടൊപ്പമാകണം നിങ്ങൾ ഈ ടൈം ആൻഡ് വർക്കും പൈപ്പ് ആൻഡ് സിസ്റ്റംസും പഠിക്കുന്നത്. കണ്ടോ? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പഠിക്കണം. ഇതാണ് കോമ്പിനേഷൻ സ്ട്രാറ്റജി. ഓക്കെ ആണോ? ഇനി നിങ്ങൾ LCM മെത്തേഡ് വഴിയുള്ളതായ ടൈം ആൻഡ് വർക്കും പൈപ്പ് ആൻഡ് സിസ്റ്റവും പഠിച്ചു കഴിഞ്ഞു. അതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഇവനെ റിവിഷനും ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കും. തീർന്നില്ല. ഇനി എന്ത് വേണം? ഈ ടൈം ആൻഡ് വർക്കും ഈ പറയുന്ന റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ഭാഗം കണ്ടോ? ഇവന്മാരെ 2 പേരെയും കൂടി എന്ത് ചെയ്യണോടാ? അങ്ങ് യോജിപ്പിക്കണം. എങ്ങനെ? ഈ പറയുന്ന റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിൽ നിങ്ങൾ ആദ്യമേ അങ്ങ് റിവിഷൻ നടത്തി അങ്ങ് അവസാനിപ്പിക്കുക. റിവിഷൻ നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ റേഷ്യോ പ്രപ്പോർഷൻസ് കണക്ട് ആകുന്ന ഏതൊക്കെ ചോദ്യങ്ങളുണ്ട് ടൈം ആൻഡ് വർക്കും പൈപ്പ് ആൻഡ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് നോക്കുന്നു. എന്നിട്ട് അവനെ വെച്ച് നിങ്ങൾ പഠിത്തം മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ അടുത്ത കോമ്പിനേഷൻ കിട്ടി. കണ്ടോ? ഇനി ഇത് രണ്ടും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? ഇതേപോലെ തന്നെ ടൈം ആൻഡ് വർക്കും പൈപ്പ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന സാധനത്തിനെ പെർസെൻറ്റേജുമായിട്ട് നിങ്ങൾക്ക് ഇനി കണക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് പെർസെൻറ്റേജ് എന്ന് പറയുന്ന സാധനത്തിനെ റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവൻ മുഖാന്തരം ഇതിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ ഏതോ അതിനെയെല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം. കണ്ടോ? ഇതുപോലെ ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസിനെയും എന്ത് ചെയ്യണം? ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരണം. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതേപോലെ കണക്ട് കൊണ്ടുവരണം. ടൈം ആൻഡ് ഡിസ്റ്റൻസ് സാധാരണഗതിയിൽ അങ്ങനെ ഏജ് റിലേറ്റഡ് പ്രോബ്ലംസിനകത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻസ് എന്ന് പറയുന്നേ ഉള്ളൂ. പക്ഷേ ടൈം ആൻഡ് ഡിസ്റ്റൻസിനൊക്കെ അങ്ങനത്തെ കണക്ഷൻ ഉണ്ട്. ഓക്കെ ആണോ? ഇങ്ങനെ എന്ത് ചെയ്യണം? ഓരോ കോമ്പിനേഷനുകൾ സെറ്റ് ചെയ്ത് വേണം നിങ്ങൾ ഈ ഒരു കംപ്ലീറ്റ് ഏരിയ അങ്ങ് കവർ ചെയ്യാൻ. അതായത് അഡ്വാൻസ്ഡ് ഭാഗം എന്നുള്ളത് ഒഴികെ ബാക്കിയെല്ലാം ഇങ്ങനെ കവർ ചെയ്യണം. അപ്പൊ എന്തൊക്കെ നടക്കും ഇവിടെ? ആദ്യം നിങ്ങൾ ഫണ്ടമെന്റൽസ് പഠിക്കും. അതിനുശേഷം ഫണ്ടമെന്റൽസിന്റെ റിവിഷൻ പ്ലസ് ആപ്ലിക്കേഷൻ ലെവലാകുന്ന ഭാഗത്തിന്റെ പഠിത്തം അങ്ങ് നടക്കും. അപ്പൊ എന്തായി? ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞു.
ഓക്കെ ആണോ? ഇനി എന്താ സംഭവിക്കുന്നത്? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഭാഗം നിങ്ങൾ പഠിക്കണം. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത്രയും ചെയ്ത കാര്യങ്ങളെ ഇതിനോടൊപ്പം പാരലലി ആവർത്തിക്കുന്നതിനോടൊപ്പം റിവിഷൻ നടക്കണം. അഡ്വാൻസ്ഡ് ടോപ്പിക് പഠിക്കുന്നതിനോടൊപ്പം ഇത്രയും ഭാഗത്തിന്റെ റിവിഷൻ കൂടെ നടക്കണം. എന്നിട്ട് അഡ്വാൻസ്ഡ് പഠിച്ചു പോവുക. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇങ്ങനെ പഠിച്ചാൽ വളരെ ബെസ്റ്റ് ആയിട്ട് നമുക്ക് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാര്യം എന്താ? ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ ടോപ്പിക്കുകൾ ആരാണെന്ന് ചോദിച്ചാലും പറയാൻ പറ്റും. ഇവന് മറ്റൊരാളുമായിട്ടുള്ള ബന്ധം കൂടി പറഞ്ഞു പഠിക്കാൻ പറ്റും. അപ്പൊ കുറെ കൂടെ ഡീറ്റെയിൽഡ് വിഷൻ ഉണ്ടാകും ഒരു ചോദ്യത്തിന്റെ പുറത്ത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ആൻസറുകൾ ഓരോന്നിനെ സോൾവ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. ഈ പറഞ്ഞൊരു കാര്യം ആണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ, ഇപ്പൊ 2 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യണമെന്നോ അതുപോലെ 2 നമ്പറുകളെയൊക്കെ നമുക്ക് ഇതിനിടയിൽ എങ്ങനെയാണ് ഇതിന്റെ ഉത്തരത്തിനകത്തേക്ക് 2 നമ്പറുകളിലൂടെ നമുക്ക് എത്തേണ്ടതെന്നോ ഒക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്തൂടെ കടന്നു പോകുന്നതോടുകൂടി നിങ്ങളുടെ മൈൻഡിൽ ഫീഡാവും. അതുപോലെ ഇവിടെയുള്ള ചില നുണുക്ക് വിദ്യകളുണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ നുണുക്ക് വിദ്യകൾ മൊത്തം ഇവിടെ എങ്ങനെ പയറ്റാം എന്നതായ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും? ചിന്തിച്ചു തുടങ്ങും. ഓക്കെ ആണോ? ഇത് റിവിഷൻ ആകുമ്പോഴേക്കും അതങ്ങ് സെറ്റ് ആവും. ഇത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അഡ്വാൻസ്ഡ് നിങ്ങൾക്ക് തനിയായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഭാഗങ്ങളാ. അല്ലെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞിട്ട് കണക്ഷൻ ഒപ്പിച്ചോ. ഇവിടെ എന്താ? ഈ അഡ്വാൻസ്ഡ് തനിയായിട്ട് പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ നേരത്തെ പഠിച്ചു മാറ്റിയതായ മൊത്തമായ ഭാഗത്തിന്റെ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ ആണോ? ഇങ്ങനെ വേണം ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ. ഇതാണ് കോമ്പിനേഷൻ സ്ട്രാറ്റജി, ദ ബെസ്റ്റ് സ്ട്രാറ്റജി ടു സ്കോർ മോർ ആൻഡ് മോർ മാർക്സ്. ഓക്കെ ആണോ? ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താ? അപ്പോൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് ട്രൂ ആയിട്ടുള്ള സിലബസ് അവനാണ്. നമുക്ക് ട്രെൻഡും കാര്യങ്ങളും ഒക്കെ അറിയാം. കോമ്പിനേഷൻ സ്ട്രാറ്റജി വെച്ച് വേണം പഠിക്കാൻ. ഈ സ്ട്രാറ്റജി ഇത് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഒരുപക്ഷെ അത് നമ്മളായിരിക്കും, അല്ല ഞാനായിരിക്കും നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ബെസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ ആണോ? ഇനി മനസ്സിലാക്കിക്കോ, എല്ലായ്പ്പോഴും ഫണ്ടമെന്റൽസിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. എന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞാലും നിങ്ങളെ കൊണ്ട് തെറ്റായ ഉത്തരം മനഃപൂർവ്വമായി എഴുതിപ്പിക്കാൻ എന്ന രീതിയിൽ ചോദ്യങ്ങൾ എനിക്ക് ഈ പറയുന്ന ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ചോദിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ എത്രയൊക്കെ അറിയാമെന്ന് പറഞ്ഞാലും അറിയാത്ത ചോദ്യങ്ങൾ അവിടെ ഉണ്ടോ? എല്ലാത്തിനെയും കണ്ടുപിടിച്ച് വളരെ സാവധാനം തന്നെ മുമ്പോട്ട് പോയാൽ മതി. ആവശ്യത്തിന് സമയം കിടപ്പുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഡേ 1 മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡേ 1 മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പഠിച്ചു തുടങ്ങണം. നിങ്ങൾക്ക് ഇതിഹാസ് മാഷ് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകും, ഇവന്റേതായ ഒരു ഭാഗം ഏകദേശം ഒരു 40% പ്ലസ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ജനറൽ നമ്മുടെ ജനറൽ റീസണിങ്ങിന്റെ ഭാഗം തുടങ്ങാൻ പറ്റും. അതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാന സെക്ഷനിലേക്ക് ആണ് നമ്മൾ ഈ പറയുന്ന ജനറൽ അവയർനെസ് പോലെയുള്ള ഭാഗങ്ങളെയൊക്കെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ഒരു പാറ്റേൺ സാർ എന്തു പറഞ്ഞിട്ടുണ്ടോ അത് അതേപോലെ ആ വീഡിയോയിൽ ഉള്ളതുപോലെ തന്നെ നിങ്ങൾ പോയാൽ മതി. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഐഡിയ പ്രകാരമായിരിക്കണം കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകുന്നത്. അങ്ങനെ നിങ്ങൾ ഫണ്ടമെന്റൽസിൽ നിന്ന് തുടങ്ങി കൃത്യമായിട്ട് കാര്യങ്ങളെ കവറപ്പ് ചെയ്ത് എത്തി നിൽക്കുന്നത് ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു 40% മുകളിലേക്കൊക്കെ നിങ്ങൾ പഠിച്ചു പോയി എന്നുറപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ടെസ്റ്റ് സീരീസുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു തുടങ്ങാം. പക്ഷെ ഒരു കാര്യം മറക്കരുത്, നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കുന്നതിനോടൊപ്പം എന്ത് ചെയ്തേക്കണം? ഡെയിലി ടെസ്റ്റുകൾ കൂടി അപ്പിയർ ചെയ്തേക്കണം. ഡെയിലി ടെസ്റ്റുകൾ കൂടി അറ്റൻഡ് ചെയ്യണം. ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 നിങ്ങളുടെ പ്രാക്ടീസും നടക്കും, 2 നിങ്ങളുടെ റിവിഷനും നടക്കും. ഇനി ഡെയിലി ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ടും അത് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ടും ഡെയിലി ടെസ്റ്റുകൾ നടത്താം. എങ്ങനെയാണെന്നും കൂടെ ഞാൻ പറഞ്ഞു തരാവേ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അതിനകത്തേക്ക് വരാം. നിങ്ങൾ എല്ലായ്പ്പോഴും പരീക്ഷ എന്നാണോ അതിന് 1 മാസം മുമ്പ് ഫുള്ളായ സിലബസും കവർ ചെയ്ത് അതായത് ഇപ്പം ഞങ്ങൾ നിങ്ങൾക്ക് കുറച്ച് വീഡിയോ പഠിക്കാൻ തരുമായിരിക്കും. അത് എന്തായാലും ഒരു 1.5-2 മാസം മുമ്പ് അത് തീരും. പക്ഷേ നിങ്ങളത് പഠിച്ചെന്ന് തീരുമെന്നുള്ളതാണ് ചോദ്യം. പരീക്ഷയ്ക്ക് 1 മാസം മുമ്പ് എന്തായാലും കംപ്ലീറ്റ് കാര്യങ്ങൾ കവർ ചെയ്യണം. കാര്യം എന്താണെന്നറിയാം? പിന്നീടുള്ള 1 മാസം നമുക്ക് ക്വിക്ക് റിവിഷൻസിനും ടെസ്റ്റ് സീരീസുകൾ ചവറ് പോലെ ചെയ്യാനുള്ള സമയങ്ങളാണ്. ഓക്കെ ആണോ? ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിലേക്കൊന്ന് ഫീഡാക്കണേ. ഓക്കെ ആണോ? ഇനി ഒരാൾ എങ്ങനെ പഠിക്കണം എന്നതായിട്ടുള്ള ഒരു കാര്യത്തിനകത്തേക്ക് ഞാൻ വരാം. കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടോണം. ഏറ്റവും ആദ്യം നമ്മൾ ആ എക്സാം ആരാണ് അറിയണം. അതായത് ഞാനിപ്പോൾ പഠിക്കുന്നത് RRB JEE മുതലായ ആ ഒരു പരീക്ഷയ്ക്കല്ലേ, RRB JEE പരീക്ഷയ്ക്കല്ലേ. അപ്പോൾ ആ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അല്ലെങ്കിൽ അവൻ്റെ സിലബസ് ഒക്കെ നോക്കിയിട്ട് ആരാണ് ആ പരീക്ഷ എന്ന് ഞാൻ വ്യക്തമായി തിരിച്ചറിഞ്ഞു. അവൻ്റെ ട്രെൻഡ്, അവൻ്റെ പാറ്റേൺ, അവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ പ്രപ്പോർഷൻസ് ഒക്കെ ഞാൻ എന്ത് ചെയ്തു? മനസ്സിലാക്കി. ഇനി ഞാൻ എന്ത് ചെയ്തു? ഓർഡർ ഓഫ് പ്രിപ്പറേഷനെ കുറിച്ച് പറഞ്ഞു. അതായത് അവിടെ കോമ്പിനേഷൻ,
സ്ട്രാറ്റജി എന്ന് പറയുന്നതായ ഒരു സ്ട്രാറ്റജിയെ നമ്മൾ എന്ത് ചെയ്തു ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആ സ്ട്രാറ്റജിക്ക് അകത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആകുന്ന രീതിയിലേക്ക് ഏതൊക്കെ ടോപ്പിക്കുകൾ ആദ്യം എടുക്കണം, ഏതൊക്കെ ഭാഗങ്ങളെ നമ്മൾ പിന്നീട് അങ്ങോട്ടേക്ക് എടുക്കണം എന്നൊക്കെ എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു ഓർഡർ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഈ ഓർഡർ സെറ്റ് ചെയ്യുന്നത് മാത്രമല്ല, ടോപ്പിക്കുകളെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നിനെ കാറ്റഗറൈസ് ചെയ്യണം. അതായത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഏതൊക്കെയാണ് ആദ്യം പഠിക്കേണ്ടത്, ഫണ്ടമെന്റൽ ആദ്യം പഠിക്കണം എന്ന് പറഞ്ഞു, പിന്നെ ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറഞ്ഞ അഡ്വാൻസ്ഡ് ലെവൽ നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞു. ഇത് ഇത്രയും ആദ്യമേ ഫണ്ടമെന്റൽ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ഫണ്ടമെന്റലും അഡ്വാൻസും കൂടെ ചേർത്ത് പഠിച്ചു. ഇനി അഡ്വാൻസ്ഡ് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, ഫണ്ടമെന്റലും അഡ്വാൻസ്ഡും പിന്നെ ഒന്നുകൂടെ റിവിഷൻ ചെയ്താൽ ഞാൻ മുമ്പോട്ട് പോകുന്നത്, ശരിയല്ലേ? ഇനി ഈ പറയുന്നതായ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിൽ ഓരോന്നിലും കോമ്പിനേഷനുകൾ ആക്കേണ്ടതായ ആ ആളുകളില്ലേ, ആ കോമ്പിനേഷൻ സ്ട്രാറ്റജി പ്രകാരം ഉണ്ടാക്കേണ്ട കോമ്പിനേഷൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി തന്നെ വേണം മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഈ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് ടൈപ്പുകളെ തരംതിരിക്കണം. മകളെ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനിപ്പോൾ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്തെന്ന് വിചാരിക്കും. ഏത് ടോപ്പിക്കാ? ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്തെന്ന് വിചാരിക്കും. ഈ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് എനിക്ക് കുറേ ടൈപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണത്തിന് എ ഉണ്ട്, ബി ഉണ്ട്, ഇങ്ങനെയുള്ള രണ്ട് പേര് പണിയെടുക്കുന്നു എങ്കിൽ രണ്ടുപേരും കൂടി ചേർന്ന് പണിയെടുത്താൽ എന്താകും, അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് അത് തീരുമെന്ന് വേണമെങ്കിൽ ചോദിക്കാം. രണ്ടാമത്തെ ഒരു ടൈപ്പ് എ ഉണ്ട്, അതുപോലെ ബി ഉണ്ട്, അതുപോലെ സി ഉണ്ട്, ഇവർ മൂന്ന് പേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് പണി തീരും എന്ന് ചോദിക്കും. അതുപോലെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, എയും ബിയും കൂടെ ചേർന്ന് പണിയെടുത്തു, ബിയും സിയും കൂടെ ചേർന്ന് പണിയെടുത്തു, എയും സിയും കൂടെ ചേർന്ന് പണിയെടുത്തു എന്നിങ്ങനെ ചോദിച്ചിട്ട് എന്നിട്ട് എയും ബിയും സിയും കൂടെ ചേർന്ന് പണിയെടുത്താൽ എത്ര, അല്ലെങ്കിൽ എ ഒറ്റയ്ക്ക് പണിയെടുത്താൽ എത്ര, അല്ലെങ്കിൽ ബി ഒറ്റയ്ക്ക് പണിയെടുത്താൽ എത്ര, അല്ലെങ്കിൽ സി ഒറ്റയ്ക്ക് പണിയെടുത്താൽ എത്ര, ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങളായിട്ട് ഇവിടെ നിന്ന് ഓരോ ടൈപ്പുകളായിട്ട് വന്നില്ലേ. ഈ ഓരോ ടൈപ്പുകളും തരംതിരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ആണോ? അപ്പൊ പരീക്ഷ എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനും സിലബസുകളും നോക്കിയാൽ മതി. കോമ്പിനേഷൻ സ്ട്രാറ്റജി പ്രകാരം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ആ ഓർഡർ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യരുത്. അതിനകത്ത് നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് മാറ്റാൻ പറ്റണം. അതായത് ആദ്യം ഏത് കോമ്പിനേഷൻ എടുക്കണം, രണ്ടാമത് ഏത് എടുക്കണം, അതായത് ഈ ഓർഡർ ഓഫ് പ്രിപ്പറേഷൻ തന്നെയാണ് ഞാൻ ഈ കാറ്റഗറൈസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, അതിനകത്തുള്ള ടൈപ്പുകളെ ക്ലാസിഫൈ ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞു. ഓക്കെ ആണോ? ഞാൻ ഇത്രയും നേരവും പറഞ്ഞുകൊണ്ടിരുന്നതായ കാര്യത്തിന് ഇനിയാണ് ഒരു ക്ലാരിറ്റി പക്കയായിട്ട് കിട്ടാൻ പോകുന്നത്. അതായത് ഞാൻ ഇത്രയും നേരവും എന്താണ് നമുക്ക് പഠിക്കേണ്ടത്, എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത് എന്നൊക്കെയാ പറഞ്ഞത്. ഇനി നോക്കേടാ, നമുക്ക് വേണ്ടത് എന്താണ്, ഇവിടെ ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ട് വേണ്ടത് എന്നാണ്. മക്കളെ, സ്റ്റഡി പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൃത്യമായും എല്ലാ ദിവസങ്ങളിലും കൺസിസ്റ്റന്റ് ആയി ചെയ്ത് മുമ്പോട്ടേക്ക് പോകേണ്ടതായ രീതി എന്ത്, അതാണ് ഈ സ്റ്റഡി പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്ലാൻ സെറ്റായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു തരത്തിലും ഒരു കോംപ്രമൈസും ഇതിൽ കൊണ്ടുവരരുത്. പരമാവധിയായ സമയം പഠിക്കാൻ വിനിയോഗിച്ച് വളരെ കുറവ് സമയം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, വെറുതെ കളയുക എന്നൊക്കെയുള്ളതാണ് പറയുക. അതായത് ചോറ് തിന്നാൻ എടുക്കുന്ന സമയമൊക്കെ ഇല്ലേ, അത് പോട്ടേന്ന് വെക്ക്, ഇച്ചിരി നേരം ഉറങ്ങണം, അത് പോട്ടേന്ന് വെക്ക്, പക്ഷേ അത് കഴിച്ച് ബാലൻസ് കൈ കിട്ടുന്നതായ പരമാവധി സമയത്തിനെ വിനിയോഗിക്കണം. എങ്ങനെയൊക്കെ വിനിയോഗിക്കണം? റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, പ്രാക്ടീസ് സെക്ഷനുകൾ ഉണ്ടാകണം, PYQ സെഷനുകൾ അറ്റൻഡ് ചെയ്യണം, ടെസ്റ്റ് സീരീസ് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യണം. ഒരു 40% സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് വരാം, ഒരു 40% സിലബസ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് സീരീസുകളൊക്കെ ചെയ്തു തുടങ്ങാനുള്ള സമയമായി എന്ന് ചിന്തിച്ചോളുക. അതും എങ്ങനെ, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ എന്നുള്ള രീതിയിൽ, ഓക്കെ, വളരെ സ്പെസിഫിക് ആയിട്ട്. അപ്പം ടെസ്റ്റ് സീരീസിനകത്തേക്ക് വരുമ്പോൾ ഈ ടൈപ്സ് കുറച്ചുകൂടെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഇനി ഞാൻ വേറൊരു കാര്യം പറയുന്നത് ശ്രദ്ധിച്ചോണം, ഇതാണ് മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം, ഹൗ ടു സ്റ്റഡി, ഇത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നോക്കേടാ, ഹൗ ടു സ്റ്റഡി എന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും എല്ലാ ആളുകളും പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ചെയ്തു പഠിക്കണം എന്ന് പറയും. പക്ഷെ എങ്ങനെയാണ് ചെയ്തു പഠിക്കേണ്ടതെന്നൊരു ഐഡിയ ഇപ്പോഴും 99% ആളുകളിലും ഇല്ല. മക്കളെ, ഒന്ന് നോക്കേടാ, നമ്മൾ എല്ലായ്പ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് റീഡ്, റൈറ്റ്, കണ്ടോ, അതുപോലെ റിവൈസ്, ഈ പറയുന്നതായ കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് വളരെ പ്രയോറിറ്റി ഉള്ള 3 വാക്കുകളാണ്: വായിക്കുക, എഴുതുക, റിവൈസ് ചെയ്യുക. വായിക്കുക, എഴുതുക, വായിച്ചുകൊണ്ട് എഴുതുക, റിവൈസ് ചെയ്യുക.
ഓക്കെ, അതായത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ എല്ലായ്പ്പോഴും പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നോട്ട്സ് എഴുതി തന്നെ പഠിക്കണം. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആകുമ്പോൾ എന്തുണ്ടാകും, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, ഒരു ആൻസർ ഉണ്ടാകും. ക്വസ്റ്റ്യനിനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പേപ്പറിനകത്തേക്ക് എഴുതി മാറ്റുകയും അതിന്റെ സൊല്യൂഷനിനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പേപ്പറിനകത്ത് എഴുതി മാറ്റിയും വേണം മുമ്പോട്ടേക്ക് പോകാൻ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മുടെ കയ്യിൽ പഠിക്കുന്നത്, നീ എന്ത് പഠിച്ചു എന്ന് എന്നോട് ഒരാൾ ചോദിച്ചാൽ അപ്പൊ എനിക്ക് പറയാൻ പറ്റണം ഞാൻ പഠിച്ചത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സോളിഡ് കോപ്പി ഓഫ് പേപ്പർ എടുത്ത് കാണിക്കാൻ പറ്റണം, ഞാൻ ഇതാണ് പഠിച്ചത്. അങ്ങനത്തെ രീതിയിൽ കയ്യിൽ എപ്പോഴും ഒരു സോളിഡ് കോപ്പി ഓഫ് നോട്ട് കരുതുന്ന രീതിയിൽ പഠിക്കണം. അപ്പൊ ആ നോട്ടുകൾ എങ്ങനെ കൈ കരുതണം, ഒരു ക്വസ്റ്റ്യൻ എഴുതുന്ന ഒരു സെഷൻ എന്നുള്ള രീതിയിലും ആൻസറുകൾ എഴുതുന്നതായിട്ടുള്ള ഒരു മറ്റൊരു പേപ്പർ എന്നുള്ള രീതിയിലും കയ്യിൽ കരുതുക. ഇനി എന്തുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്ക് റിവിഷൻ എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിലാക്കാൻ സാധിക്കുന്ന ഒരു വഴി കൂടിയാണ്. അതായത് ഞാൻ എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ റേഷ്യോ പ്രപ്പോർഷൻ പഠിച്ചു, അതിൽ ഏത് ടോപ്പിക് പഠിച്ചു, അല്ലെങ്കിൽ അതിനകത്ത് ഏത് സബ് ടോപ്പിക് പഠിച്ചു എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവുണ്ട്. പക്ഷെ ഏത് ചോദ്യങ്ങൾ ൊക്കെയാണ് നീ ചെയ്തതെന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഏത് ചോദ്യങ്ങളൊക്കെ നീ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ടും ആ ചോദ്യങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടാകണം. അതായത് ഞാൻ ഇന്നത്തെ ദിവസം ഒരു 20-30 ചോദ്യങ്ങളെ പഠിച്ചു, ആ ചോദ്യങ്ങൾ മൊത്തം ഞാൻ ആ പേപ്പറിനകത്ത് എഴുതി വെച്ചു, ആ പേപ്പറിന്റെ സൊല്യൂഷൻസ് ഞാൻ വേറൊരു പേപ്പറിനകത്ത് കറക്റ്റായിട്ട് ചെയ്തു. ഈ നാളെ പഠിച്ച സാധനം ഞാൻ എങ്ങനെ റിവൈസ് ചെയ്യണം, ആദ്യമേ ചോദ്യങ്ങൾ എടുക്കണം. അതിന് കൃത്യമായിട്ട് ഇക്വേഷനുകളൊക്കെ എഴുതി തയ്യാറാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ അതൊക്കെ ഒന്ന് നോക്കി അതിനുശേഷം ആ നോട്ട് എഴുതിയതിനകത്ത് എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യനുകളെ എല്ലാം ഞാനൊന്ന് എടുത്തു നോക്കി ഈ ക്വസ്റ്റ്യനുകളെ വെച്ചുകൊണ്ട് ഞാൻ ചെയ്തു തുടങ്ങി. സൊല്യൂഷൻസ് വേറെ പേപ്പറിലാണ് മാറ്റിവെക്ക്, എനിക്ക് എത്രത്തോളം കാര്യങ്ങളെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് ആ ക്വസ്റ്റ്യനുകൾ എഴുതിയ പേപ്പർ ചെയ്തു നോക്കുന്നതോടുകൂടി മനസ്സിലാവും. ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, ചെയ്യാൻ പറ്റാത്തത് മാർക്ക് ചെയ്ത് വെക്കുക, മാർക്ക് ചെയ്ത് വെച്ചതിന്റെ സൊല്യൂഷനുകൾ ഒന്നുകൂടെ നോക്കുക, എന്നിട്ട് അതിനെ വീണ്ടും എന്ത് ചെയ്യുക, ഒന്നുകൂടെ ചെയ്തു നോക്കുക, പേപ്പർ മാറ്റുക. ഓക്കെ, കൃത്യമായിട്ടുള്ള പോയിന്റ് എത്തുമ്പോൾ റിവിഷനുള്ള സമയമാകുമ്പോൾ പിന്നെയും ഞാൻ ആ പേപ്പറിനെ എടുക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ. മക്കളെ, റിവിഷൻ ഏറ്റവും ക്വിക്കായിട്ട് നടത്താനുള്ള വഴി സോളിഡ് കോപ്പി ഓഫ് നോട്ട് എഴുതി തന്നെ മുമ്പോട്ട് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനും ആൻസറും സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതിയ ആ ഭാഗത്തിനെ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ക്വിക്കായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റും. ഇനി റിവിഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പഠിച്ച ചോദ്യങ്ങളെ തന്നെ ആവർത്തിച്ചു പഠിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ആ പഠിക്കുന്നതായ കാര്യത്തിനോടൊപ്പം പ്ലസ് ഒരു 5 ചോദ്യമോ അല്ലെങ്കിൽ ഒരു 10 ചോദ്യമോ എക്സ്ട്രാ എഴുതണം. അതായത് ഞാൻ ആദ്യത്തെ പ്രാവശ്യം പഠിച്ച സമയത്ത് ഒരു 10 ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് റിവിഷൻ ചെയ്തപ്പോൾ ഞാൻ 15 ക്വസ്റ്റ്യൻ ആക്കി മാറ്റി. ഇനി ഞാൻ മൂന്നാമത്തെ തവണ റിവിഷൻ ചെയ്യുമ്പോൾ എത്ര ചോദ്യത്തിനെ അപ്പോൾ റിവൈസ് ചെയ്യും, 15 ചോദ്യത്തിന് റിവൈസ് ചെയ്യും. എന്നിട്ട് ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ 5 എണ്ണം കൂടെ ആഡ് ചെയ്ത് വെക്കും. അപ്പൊ എനിക്ക് 4ാമത്തെ തവണ റിവിഷൻ ചെയ്യുമ്പോൾ മൊത്തം എത്ര ചോദ്യങ്ങളുണ്ട് പഠിക്കാൻ, 20 ചോദ്യങ്ങളുണ്ട് റിവൈസ് ചെയ്യാൻ, പ്ലസ് ഒരു 5 എണ്ണം. ഇങ്ങനത്തെ രീതിയിൽ വേണം എഴുതാൻ. അതായത് നമ്മൾ എപ്പോഴും നമുക്കൊരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. അതായത് ഇപ്പൊ 10 എണ്ണം നിനക്ക് ചെയ്യാൻ പറ്റുവേ, എന്നാൽ ഈ 5 എണ്ണം ഒന്ന് ചെയ്ത് കാണിച്ചേ എന്ന രീതിയിൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള രീതിയിലേക്ക് വേണം നമ്മൾ കാര്യങ്ങളെ കൊണ്ടുപോകാൻ. ഓക്കെ ആണോ? അപ്പൊ എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഞാനൊരു കാര്യം പറഞ്ഞു. എന്ത് വേണം, സോളിഡ് കോപ്പി എഴുതി വേണം പഠിക്കാൻ. ഈ സോളിഡ് കോപ്പി എഴുതി പഠിക്കണം എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ്, ആൻസർ സെപ്പറേറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി എന്താ, അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് റിവിഷൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ റിവിഷൻ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ക്വിക്കായിട്ടുള്ള റിവിഷൻ സാധ്യമാകും. എങ്ങനെ ചെയ്താ, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി ചെയ്താ ആണോ? ആണ്. ഇനി ഞാൻ ക്വസ്റ്റ്യനുകൾ എഴുതുമ്പോൾ ചില ആളുകൾ എനിക്ക് ചോദ്യം വായിച്ചാൽ മനസ്സിലാകില്ല, അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരം എങ്ങനെയാ ചെയ്യേണ്ടത്. മക്കളെ, ഉത്തരം എഴുതാൻ അറിഞ്ഞുകൂടാത്തതിന്റെ കാരണം എന്താ, നിങ്ങൾക്ക് ചോദ്യം അറിയാത്തത് കൊണ്ടാ. അപ്പൊ ഉത്തരം എഴുതി പഠിക്കണോ, ചോദ്യം എഴുതി പഠിക്കണോ? ഉത്തരം എഴുതി പഠിക്കുന്നതിനേക്കാൾ ആദ്യം ചോദ്യം എഴുതി പഠിക്കണം, അതിനുശേഷം ഉത്തരം എഴുതി പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ സോളിഡ് കോപ്പി തന്നെ എഴുതി മുമ്പോട്ടേക്ക് പോകാൻ പറഞ്ഞത്. ഇതുകൂടി അവിടെ അണ്ടർസ്റ്റുഡ് ആണ്, ഇതുകൂടി ഓട്ടോമാറ്റിക്കലി അവിടെ നടക്കും. ഇനി ക്വിക്കായിട്ടുള്ള റിവിഷൻ നടക്കും. ഓക്കെ ആണോ? അപ്പോൾ ഈ റിവിഷൻ നടക്കുന്ന സമയത്ത് എക്സ്ട്രാ ക്വസ്റ്റ്യനുകൾ ആഡ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇങ്ങനെയുള്ളതായ ഒരു പരിപാടി ഇടയിലേക്ക് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുന്നതിനിടയിലേക്ക് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ടെസ്റ്റ് സീരീസുകൾ, ഡെയിലി ടെസ്റ്റുകളോ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകളോ ടെസ്റ്റ് സീരീസുകളോ ഒക്കെ ആഡ് ചെയ്ത് വിടുക. ഇത്രയും 3 കാര്യങ്ങളാകുന്നതോടുകൂടി നമ്മുടെ സ്റ്റഡി പക്കയാവൂട. ഇനി ചിലർ ചോദിക്കും, ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം? മക്കളെ, ആദ്യത്തെ ഒരു 40% ഓഫ് ടോപ്പിക്ക് കവർ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, ഏകദേശം അത്രയും ദിവസം വരെയും വേറെ സബ്ജക്റ്റുകളൊന്നുമേ നമ്മൾ പഠിക്കുന്നില്ലല്ലോ. വേണമെങ്കിൽ പാരലലി ഒരു അരമണിക്കൂർ 1 മണിക്കൂർ എന്നുള്ള രീതിയിൽ മറ്റ് സബ്ജക്റ്റുകൾ എടുക്കുന്നതിലും തെറ്റില്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അതൊന്നും പഠിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ടെസ്റ്റ് സീരീസ് നിങ്ങൾ ചെയ്യാനെടുക്കുന്ന സമയവും കാര്യങ്ങളും എല്ലാം ഒഴിച്ചു നിർത്തിയാൽ മിനിമം ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ എങ്കിലും നിങ്ങൾ മിനിമം സ്പെൻഡ് ചെയ്യണം ഈ പറയുന്നതായ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ട്.
ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ പഠിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ഇതിനേക്കാൾ സമയം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആണോ? ഇനി പഠിക്കുമ്പോൾ എപ്പോഴും ഈ സോളിഡ് കോപ്പി എഴുതി പഠിക്കുമ്പോൾ ഈ പ്രാക്ടീസ് സെഷൻ എന്ന് പറയുന്നത് അവിടെ നടക്കും. റിവിഷൻ ചെയ്യുമ്പോൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതുന്നതിലൂടെയും പ്രാക്ടീസ് സെഷൻ അവിടെ നടക്കും. ഇനി ഇങ്ങനെ എഴുതുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യനുകൾ പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സെഷൻസ് കൂടി എന്ത് ചെയ്യും, നമ്മൾ പോലും അറിഞ്ഞുകൂടാതെ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടു നോക്കും. ഇനി ഞാൻ പറഞ്ഞു റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് ഓക്കെ ഉണ്ടാകും. ആ ക്ലാസ്സുകളോടൊപ്പം നിങ്ങൾ സെൽഫായിട്ട് കണ്ടെത്തേണ്ടതായിട്ടുള്ള സമയമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആ 4 മണിക്കൂർ ക്ലാസ്സിന്റെ സമയം അതിൽ കൂട്ടരുത്. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആകുന്നതോടുകൂടി നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ഭാരിച്ച ചുമതലയല്ല എന്നൊരു ബോധ്യം നമ്മളിൽ ഉണ്ടാകും. ഓക്കെ ആണോ മക്കളെ? ഇനി പറ, നിങ്ങൾക്കൊരു കൃത്യമായ ഒരു ഐഡിയ കിട്ടിയില്ലേ എങ്ങനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനെ ഒതുക്കി എടുക്കേണ്ടതെന്നുള്ളത്? കോമ്പിനേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നതിനകത്ത് യാതൊരു കോംപ്രമൈസും കൊണ്ടുവരരുത്. ഡിജിറ്റ് സം മെത്തേഡ്, എലിമിനേഷൻ മെത്തേഡ്, പിൻ പോയിന്റ് മെത്തേഡ്, ഇങ്ങനെ പല പരിപാടികളുണ്ട്. വാല്യൂ പുട്ടിംഗ് മെത്തേഡ്, ഇങ്ങനെ പല പരിപാടികളുണ്ട്, ട്രിക്കുകളുണ്ട് നമുക്ക് മുമ്പോട്ട് കയറി വരാൻ. പക്ഷേ ഇവിടെ എല്ലാം എടുത്തു പറയേണ്ട ഒരു വാക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുന്നതാണ്. അതായത് ഡേ 1 മുതൽ നിങ്ങളുടെ പരീക്ഷ എഴുതുന്നതിൻ്റെ തലേ ദിവസം വരെയും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ദിവസം പോലും മുടക്കമില്ലാതെ വളരെ ശ്രദ്ധയോടുകൂടി ആത്മാർത്ഥമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഉറപ്പായിട്ടും 30 മാർക്ക്, ആ 30 മാർക്കിനകത്ത് 30 മാർക്ക് നിങ്ങൾ വാങ്ങിച്ചിരിക്കും. ഉറപ്പാണ്. 30 ഇല്ലെങ്കിൽ ഒരു 29, 28 മാർക്ക് വരെ നിങ്ങൾ എത്തും. ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി നിങ്ങൾ വേറെ എങ്ങും കേട്ടിട്ടുണ്ടാകില്ല. അപ്പോൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ, വളരെ മോട്ടിവേറ്റഡ് ആയിട്ട്, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടും ഓരോ ദിവസവും പഠിച്ചു മുന്നേറാൻ നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള ഒരു ശക്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.